ഐതിഹ്യമാല അധ്യായം 6 പറയിപ്പറ്റ പന്തിരുകുലം. ചരിത്രപ്രസിദ്ധനായ ഗോവിന്ദസ്വാമിയുടെ പുത്രനും മലയാളത്തിൽ നടപ്പുള്ള വാക്യം പൽപ്പേര് മുതലായ ജ്യോതിഷശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ നിർമ്മാതാവെന്ന് പറയപ്പെടുന്ന ആളുമായ വരരുചി അങ്ങനെയൊരു ബ്രാഹ്മണോത്തമനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അധികമുണ്ടെന്ന് തോന്നുന്നില്ല. ഇദ്ദേഹം വിക്രമാദിത്യ രാജാവിന്റെ സേവകനായിട്ട് താമസിച്ചിരുന്നു. വരരുചി സകല ശാസ്ത്ര പരാംഗതനും നല്ല പൗരാണികനും അങ്ങനത്തെ ഒരാളായിരുന്നതിനാൽ രാജാവിന് ശാസ്ത്ര സംബന്ധമായോ പുരാണ സംബന്ധമായോ വല്ല സംശയവും നേരിട്ടാൽ ഇദ്ദേഹത്തോട് ചോദിച്ചാണ് അത് തീർക്കുക പതിവ്. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം രാജാവ് രാമായണത്തിൽ പ്രധാനമായ വാക്യം ഏത് എന്ന് ഈ ബ്രാഹ്മണനോട് ചോദിച്ചു. ഈ ചോദ്യത്തിന് തക്കതായി ഉത്തരം പറയുവാൻ തോന്നായികയാൽ വരരുചി വളരെ വിഷണ്ണനായി തീർന്നു. ഉടനെ രാജാവ് എന്നാൽ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞ് 41 ദിവസം കഴിയുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പറയണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ പിന്നെ താൻ ഇവിടെ വരണമെന്നില്ല, എനിക്ക് തന്നെ കാണുകയും വേണ്ട എന്ന് പറഞ്ഞു. രാജാവിന്റെ ഈ കൽപ്പന കേട്ടപ്പോൾ വരരുചിയുടെ ഹൃദയം വിഷാദവും വിചാരവും കൊണ്ട് നിറഞ്ഞു. ഉടനെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു. തദനന്തരം വരരുചി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് പല യോഗീവരന്മാരെയും കണ്ട് ചോദിച്ചു. എങ്കിലും രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും വാക്യങ്ങളും പ്രാധാന്യം തന്നെ, അല്ലാതെ അതിനുണ്ടോ വ്യത്യാസം? നഹി ഗുളഗുള ഗയാ ക്വാവി മാധുര്യ ഭേദം, അങ്ങനെ മറ്റും പലരും പലവിധം പറഞ്ഞതല്ലാതെ ശരിയായ മറുപടി ആരിൽ നിന്നും കിട്ടിയില്ല. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. ബ്രാഹ്മണന് വ്യസനം സഹിക്കാതെയാകുകയും ആയിത്തീർന്നു. രാജാവിന്റെ അടുക്കലേക്കുള്ള സേവ പോകുമെന്ന് തന്നെയുമില്ല. സർവജ്ഞനെന്ന് സർവരാലും സമ്മതിക്കപ്പെട്ടു പോരുന്ന തനിക്ക് ഇത് അറിഞ്ഞുകൂടെന്ന് വരുന്നത് ഏറ്റവും അപമാനകരവുമാണല്ലോ. ഈ അപമാനം സഹിച്ചുകൊണ്ട് സ്വദേശത്ത് താമസിക്കുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെയാണ് എന്നിങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് ഭക്ഷണവും കൂടാതെ ആ സാധു ബ്രാഹ്മണൻ പകൽ മുഴുവൻ ആലഞ്ഞു നടന്നു. രാത്രിയായപ്പോൾ ഒരു വനാന്തരത്തിൽ ഒരാൽത്തറയുടെ അടുക്കൽ ചെന്ന് ചേർന്നു. വിശപ്പും ദാഹവും ക്ഷീണവും വ്യസനവും സഹിക്കവയ്യാതെ ആ ആൽത്തറയിൽ കയറിക്കിടന്നു. ഉടനെ ക്ഷീണവും കൊണ്ട് അദ്ദേഹം മയങ്ങിപ്പോയി. അദ്ദേഹം കിടന്ന സമയം വനദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടന്നത്. നേരം ഏകദേശം പാതിരായപ്പോഴേക്ക് ചില ആകാശ സഞ്ചാരികളായ ദേവതമാർ ആ ആലിന്മേൽ വന്നുകൂടി. ആ ആലിന്മേൽ സ്ഥിരവാസികളായ ദേവതമാരെ വിളിച്ച്, നിങ്ങൾ വരുന്നില്ലേ? ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രസവമുണ്ട്, ഞങ്ങൾ അവിടെ പോവുകയാണ്, ചോരയും നീരും കുടിക്കണമെങ്കിൽ വരുവിൻ, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ആലിന്മേലിരുന്ന ദേവതമാർ, ഞങ്ങൾക്ക് വരുവാൻ നിവൃത്തിയില്ല, ഇവിടെ ഒരു വിശിഷ്ടനായ ബ്രാഹ്മണൻ വന്ന് കിടക്കുന്നു, ഇദ്ദേഹം സ്വരക്ഷാർത്ഥം ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടന്നത്, അതിനാൽ നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ ഇതിലേ വന്ന് വിവരം പറഞ്ഞ് പോകിക്കൂ. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ആ വനദേവതന്മാർ പോവുകയും ചെയ്തു. അന്ത്യയാമമായപ്പോൾ വരരുചി ഉണർന്നുവെങ്കിലും വ്യസനത്തോടുകൂടി ഓരോന്നുമോർത്ത് കണ്ണുമടച്ച് കിടന്നതല്ലാതെ എണീറ്റില്ല. അപ്പോൾ മുമ്പേ പോയ ദേവതമാർ വീണ്ടും അവിടെ വന്നു ചേർന്നു. ഉടനെ ആലിന്മേലുണ്ടായിരുന്ന ദേവതമാർ, പ്രസവം എവിടെയായിരുന്നു, കുട്ടി എന്താണ്, എങ്ങനെ ചോദിച്ചു. അപ്പോൾ ദേവതമാർ, ഒരു പറയനായിരുന്നു അവിടെ പ്രസവം, കുട്ടി പെണ്ണാണ്, അങ്ങനെ പറഞ്ഞു. അവളെ വിവാഹം ചെയ്യുന്നത് ആരായിരിക്കുമെന്ന് ആലിന്മേലുണ്ടായിരുന്നവർ വീണ്ടും ചോദിച്ചപ്പോൾ വന്നവർ, അത് മാം വിധി എന്നറിഞ്ഞുകൂടാ ഈ വരരുചിയാണ്. നേരം വെളുക്കാറായി, ഞങ്ങൾ ഇനി താമസിക്കുന്നില്ല, ശേഷമൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഉടനെ പോവുകയും ചെയ്തു. ഏറ്റവും ബുദ്ധിശാലിയായ വരരുചിക്ക് ദേവതമാരുടെ ഈ വാക്ക് കേട്ടപ്പോൾ തന്റെ കാര്യം സാധിച്ചതിലുള്ള സന്ദേശവും ഭാവിയായ അധംപതനത്തെക്കുറിച്ചുള്ള വിചാരവുമുള്ള വിഷാദവും ഒന്നുപോലെ ഹൃദയത്തിൽ തിങ്ങി. അധംപതനം കൂടാതെ കഴിക്കുന്നതിന് തക്കതായ ഒരു ഉപായം ആലോചിച്ച് നിശ്ചയിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി എണീറ്റ്. അപ്പോഴേക്ക് നേരവും വെളുക്കുകയാൽ ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടു. 41 ദിവസമായിട്ടും വരരുചിയെ കാണാഞ്ഞിട്ട് രാജാവിന് വിഷാദമായി തീർന്നു. എങ്കിലും സഭാവാസികളായ വിദ്വാൻമാർക്കെല്ലാം വളരെ സന്തോഷമാണുണ്ടായത്. വരരുചി അവിടെ ഉണ്ടായിട്ടാണ് രാജാവ് അവരെ വേണ്ടവണ്ണം ആദരിക്കാത്തതും അവരുടെ ഖ്യാതി പൊങ്ങാത്തതുമെന്നും മറ്റും വിചാരിച്ച് അവർക്കെല്ലാവർക്കും വരരുചിയെക്കുറിച്ച് അത്യന്തം അസൂയുണ്ടായിരുന്നു. രാജസഭ കൂടിയപ്പോൾ രാജാവ്, കഷ്ടം, നമ്മുടെ വരരുചിയെ കണ്ടില്ലല്ലോ, അദ്ദേഹം അപമാനം വിചാരിച്ച് പ്രാണത്യാഗം ചെയ്തോ, രാജ്യം വിട്ടുപോയോ, അതൊന്നും അറിയില്ല,
സർവശസ്ത്ര തത്വജ്ഞാനും വിശിഷ്ട മനസ്സിലാക്കിക്കൊണ്ട് വരാതിരിക്കുകയില്ല എന്നും മറ്റും വിചാരിച്ചുകൊണ്ട് സന്തോഷസമേതം വരരുചിയെ അവിടെ കാണുകയെത്തി. അദ്ദേഹത്തിന്റെ മുഖപ്രസന്നത കണ്ടപ്പോൾ തന്നെ കാര്യം സാധിച്ചു എന്ന് രാജാവിനും സഭാവാസികളായ എല്ലാവർക്കും മനസ്സിലായി. ഉടനെ രാജാവ് എന്തായി, മനസ്സിലായോ എന്ന് ചോദിച്ചു. വരരുചി പറഞ്ഞു, ദൈവകാരുണ്യത്താലും ഗുരുകടാക്ഷം കൊണ്ടും മാന്യന്മാരായ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ആത്മാഹമെത്തിയാലും ഒരുവിധം മനസ്സിലാക്കി എന്ന് തന്നെ പറയാം. രാജാവ് ചോദിച്ചു, ഏതു ശ്ലോകമാണ്, ഏതു വാക്യമാണ്, കേൾക്കട്ടെ. വരരുചി പറഞ്ഞു, രാമായണത്തിൽ പ്രധാനമായ ശ്ലോകം രാമം ദശരഥം വിധിമാം വിധി ജനകാത്മജാം അയോധ്യമാടിവിടം വിധി ഗജാ തഥാ യഥാസുഖം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ള വാക്യം മാം വിധി ജനകാത്മജാം എന്നുള്ളതാണ്. ഇത് കേട്ടപ്പോൾ സഭയിലുണ്ടായിരുന്നവരെല്ലാം ശരി ശരി എന്ന് ഐക്യകണ്ഠേനെ സമ്മതിച്ചു. രാജാവ് സന്തോഷസമനിത്വം എണീറ്റ് വരരുചിയുടെ കൈക്ക് പിടിച്ച് അർദ്ധാസനം കൊടുത്തിരുത്തി. പിന്നെ വിലതീരാതെ കണ്ടുള്ള ആഭരണങ്ങളും അനവധി സുവർണ രത്നങ്ങളും അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തു. സന്തോഷിപ്പിക്കുകയും തന്നോടൊപ്പം യഥാപൂർവം താമസിച്ചു കൊള്ളുവാൻ അനുവദിക്കുകയും ചെയ്തു. തദനന്തരം വരരുചി മേൽപ്പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം 10 വിധത്തിൽ വ്യാഖ്യാനിച്ചു. രാജാവിനെ കേൾപ്പിച്ചു കൊടുത്തു. അവയിൽ 2 വിധം അർത്ഥം താഴെ ചേർക്കുന്നു. ഈ ശ്ലോകം ശ്രീരാമനെയും സീതയും ലക്ഷ്മണനോടും കൂടി വനവാസത്തിനായി പുറപ്പെടുമ്പോൾ മാതൃപാദങ്ങളെ വന്നിച്ച് യാത്ര പറഞ്ഞ ലക്ഷ്മണനോട് സുമിത്ര പറഞ്ഞതാ. അല്ലയോ താത, രാമം ദശരഥം വിധി, രാമനെ ദശരഥൻ എന്ന് അറിഞ്ഞാലും നിന്റെ ജ്യേഷ്ഠനായ രാമനെ അച്ഛനായ ദശരഥനെ പോലെ വിചാരിച്ചു കൊള്ളണം എന്ന് താല്പര്യം. ജനകാത്മജാം മാം വിധി, അതായത് ജനകാത്മജയെ സീതയെ എന്നെ പോലെ വിചാരിച്ചു കൊള്ളണം. അടിവം അയോധ്യാം വിധി, അടവിയെ അതായത് വനത്തെ അയോധ്യയെ പോലെ വിചാരിച്ചു കൊള്ളണം. യഥാ സുഖം ഗജ, സുഖമാകും വണ്ണം ഗമിച്ചാലും എന്നൊരർത്ഥം. പിന്നെ രാമം ദശരഥം വിധി, രാമൻ ദശരഥൻ അതായത് പക്ഷിവാഹനായിരിക്കുന്ന മഹാവിഷ്ണു എന്നറിഞ്ഞാലും. ജനകാത്മജാം മാം വിധി, ജനകാത്മജയെ സീതയെ മഹാലക്ഷ്മി എന്നറിഞ്ഞാലും. അയോധ്യ മടവം വിധി, അയോധ്യയെ രാമൻ പോയാൽ പിന്നെ കാട് എന്നറിഞ്ഞാലും. ഇങ്ങനെ 10 വ്യാഖ്യാനങ്ങളിൽ 2 വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്രകാരം യഥാക്രമം 10 വിധത്തിൽ വരരുചിയുടെ വ്യാഖ്യാനം കേട്ടപ്പോൾ രാജാവ് പൂർവാധികം സന്തോഷിക്കുകയും വരരുചിയെ ബഹുമാനിക്കുകയും ചെയ്തു. പിന്നെ എല്ലാവരും കൂടി ഓരോ രാജവർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ വരരുചി, അല്ലയോ മഹാരാജാവേ, ഇന്നലെ രാത്രി ഒരു പറയന്റെ മാടത്തിൽ ഒരു പറയി പ്രസവിച്ച് ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ജാതകഫലം നോക്കിയാൽ തന്നെ ആ കുട്ടിക്ക് 3 വയസ്സ് തികയുമ്പോഴേക്കും ഈ രാജ്യം നശിക്കുമെന്ന് കണ്ടിരിക്കുന്നു. ഇന്നു മുതൽ തന്നെ ഓരോ നാശകാരണങ്ങൾ തുടങ്ങും, അല്ലെങ്കിൽ ആ പ്രജയെ ഉടനെ കൊല്ലിക്കണം. ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജ്യോതിഷശാസ്ത്ര തത്വജ്ഞനും വിശിഷ്ടനുമായ ഈ ബ്രാഹ്മണ തത്വന്റെ വചനം ഒരിക്കലും മിഥ്യയാകുകയില്ലെന്ന വിശ്വാസത്താൽ രാജാവിനും സഭാവിശ്വാസികൾക്കും വളരെ വ്യസനമായി തീർന്നു. ബാലനിഗ്രഹം കഷ്ടം, വിശേഷിച്ചും പെൺകുട്ടിയായിരിക്കുന്ന സ്ഥിതിക്ക് അതൊരിക്കലും വിഹിതമല്ല. അതിനാൽ എന്തു വേണ്ടു എന്ന സ്ഥിതിക്ക് എല്ലാവരും കൂടി ആലോചിച്ചു. എങ്ങനെയെന്നാൽ വാഴപ്പിണ്ടി കൊണ്ടൊരു ചെറിയ ചങ്ങാടമുണ്ടാക്കി ഈ കുട്ടിയുടെ തലയിൽ ഒരു ചെറിയ പന്തവും കൊളുത്തി കുത്തി അതിൽ കിടത്തി നദിയിൽ ഒഴുക്കുക. ഈ നിശ്ചയത്തെ രാജാവ് സമ്മതിച്ചു. ഉടനെ 2 ഭടന്മാരെ വിളിച്ച് അപ്രകാരം ചെയ്യുവാൻ കൽപ്പനയും കൊടുത്തു. കുട്ടി ഉണ്ടായിരിക്കുന്ന സ്ഥലം ഏകദേശം ഇന്ന ദിക്കിലാണെന്ന് വരരുചി പറഞ്ഞു കൊടുത്തു. രാജഭടന്മാർ അന്വേഷിച്ചു ചെന്നു. കുട്ടിയെ എടുത്ത് കൽപ്പന പ്രകാരം ചെയ്യുകയും ഉടനെ അവരും രാജസന്നിധിയിൽ അറിയിക്കുകയും ചെയ്തു. തനിക്ക് വരുവാൻ ഭാവിച്ച അധംപതനം കൂടാതെ കഴിഞ്ഞുവല്ലോ എന്ന് വിചാരിച്ച് വരരുചിക്ക് വളരെ സന്തോഷമായി. പിന്നെയും അദ്ദേഹം രാജാവിന്റെ അടുക്കൽ തന്നെ സേവകനായി താമസിച്ചു. അങ്ങനെ കുറഞ്ഞൊരു കാലം കഴിഞ്ഞതിന് ശേഷം വരരുചി സ്ഥിരതാമസം സ്വഗൃഹത്തിൽ തന്നെ ആക്കി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം വരരുചി ഒരു വഴിയാത്രയിൽ ഭക്ഷണം കഴിക്കുവാനായി ഒരു ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ ചെന്നു. ഉടനെ ബ്രാഹ്മണൻ, വേഗത്തിൽ കുളി കഴിഞ്ഞു വരാം, ഇവിടെ ഊണ് കാലമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വരരുചി ഈ ബ്രാഹ്മണന്റെ ബുദ്ധിശക്തിയെ പരീക്ഷിക്കാനായിട്ട്, ഞാൻ ഊണ് കഴിഞ്ഞ് കണിക്കണമെങ്കിൽ ചില ദുർഘടങ്ങളുണ്ട്, അതൊക്കെ ഇവിടെ സാധിക്കുമോ എന്ന് അറിഞ്ഞിട്ട് വേണം കുളിക്കുവാൻ പോകുവാൻ എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ പറഞ്ഞു, ദുർഘടങ്ങൾ എന്തെല്ലാമാണാവോ? ഇവിടെ നിവൃത്തിയുള്ളവയാണെങ്കിൽ സാധിക്കാം, എന്തെങ്കിലും കേൾക്കട്ടെ. വരരുചി പറഞ്ഞു, മറ്റൊന്നുമല്ല, കുളി കഴിഞ്ഞാൽ ഉടുക്കാൻ വീരാളി പട്ടു വേണം, 100 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം എനിക്ക് ഊണ് കഴിക്കുവാൻ. ഇതുമാത്രമല്ല, എൻ്റെ ഊണിന് 108 കൂട്ടം കൂട്ടാൻ വേണം. ഊണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 3 പേരെ തിന്നണം, 4 പേര് എന്നെ ചുമക്കുകയും വേണം. ഇത്രയേ ഉള്ളൂ.
ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ വല്ലാതെ അന്താളിച്ച് ഒന്നും മിണ്ടാതെ നിന്നു. ഉടനെ ഒരു കന്യക അകത്തിരുന്നു കൊണ്ട് അച്ഛനൊട്ടും അന്താളിക്കുകയും പരിഭ്രമിക്കുകയും വേണ്ട, ഇതിനെല്ലാം ഇവിടെ തയ്യാറുണ്ടെന്ന് പറഞ്ഞേക്കും. അങ്ങനെ പറഞ്ഞു. ബ്രാഹ്മണൻ അപ്രകാരം പറയുകയും വരരുചി കുളിക്കാൻ പോവുകയും ചെയ്തു. ഉടനെ ബ്രാഹ്മണൻ കന്യകയെ വിളിച്ച് ഇതെല്ലാം എവിടെ നിന്ന് സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കന്യക പറഞ്ഞു, എല്ലാം സാധിക്കും, ഇതൊന്നും അത്ര പ്രയാസമില്ല. അദ്ദേഹം പറഞ്ഞതിന്റെ സാരം അച്ഛനെ മനസ്സിലാകിഞ്ഞിട്ടാണ് പരിഭ്രമിക്കുന്നത്. വീരാളിപ്പട്ടു വേണമെന്ന് പറഞ്ഞതിന്റെ സാരം ചീന്തൽ കോണകം വേണമെന്നാണ്. 100 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ സാരം അദ്ദേഹം വൈശ്വദേവം, അതായത് വൈശ്യം കഴിക്കണമെന്നാണ്. വൈശ്യം കൊണ്ട് 100 ദേവതന്മാരുടെ പ്രീതി ഉണ്ടാക്കുന്നതിനാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ 108 കൂട്ടം കൂട്ടാൻ പറഞ്ഞതിന്റെ സാരം ഇഞ്ചിക്കറി വേണമെന്നാണ്. ഇഞ്ചിക്കറി ഉണ്ടായാൽ 108 കൂട്ടാന്റെ ഫലമുണ്ടാകുമെന്നാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് 3 പേരെ തിന്നണമെന്ന് പറഞ്ഞതിന്റെ സാരം വെറ്റിലയും അടക്കിയും 100 കൂട്ടി മുറുക്കുവാനാണ്. പിന്നെ അദ്ദേഹത്തെ 4 പേര് ചുമക്കണമെന്ന് പറഞ്ഞതിന്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ച് കിടക്കണമെന്നാണ്. അതിനൊരു കട്ടില് വേണമെന്നാണ്. കട്ടിലിൽ കിടക്കുമ്പോൾ കട്ടിലിലെ കാലുകൾ 4 കൂടിയാണല്ലോ ചുമക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനിവിടെ എന്താ വിഷമം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ വളരെ സന്തോഷിക്കുകയും കന്യകയുടെ ബുദ്ധിവിശേഷത്തെക്കുറിച്ച് അത്യന്തം അത്ഭുതപ്പെടുകയും ചെയ്തു. എന്നാൽ എൻ്റെ മകൾ പോയി എല്ലാം വേഗം തയ്യാറാക്കൂ എന്ന് പറഞ്ഞ് കന്യകയെ അയച്ചു. വരരുചി കുളിയും മറ്റും കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു ചീന്തൽ കോണകം വൈശ്യത്തിന് വേണ്ടുന്ന ഹവിസും ചന്ദനം, പൂവ് മുതലായവയും തയ്യാറാക്കിയിരുന്നു. ഊണിന് ഇഞ്ചിക്കറിയും ഉണ്ടായിരുന്നു. ഊണ് കഴിക്കുമ്പോഴേക്കും എല്ലാം തയ്യാറാക്കിയിരുന്നു. അതിന് കട്ടിലും പായയും ഊണ് കഴിച്ചാലുടൻ വിശ്രമിക്കാൻ വേണ്ടിയും തയ്യാറാക്കി. വരരുചി വൈശ്യവും ഊണും കഴിച്ച് പുറത്തളത്തിൽ ചെന്ന് മുറുക്കി കട്ടിലിൽ കയറി കിടന്നു. താൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കി ഇപ്രകാരം തയ്യാറാക്കിയ ഈ കന്യകയുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടുനിന്ന് മനസ്സിലാക്കുകയാൽ ഏതുവിധവും ഈ കന്യകയെ വിവാഹം കഴിക്കണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ടാൽ ആലോചിച്ചു. എന്തിനു വളരെ പറയുന്നു. വരരുചി തന്റെ ആഗ്രഹം ആ കന്യകയുടെ അച്ഛനെ ഗ്രഹിപ്പിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും കാലതാമസം കൂടാതെ സമൂഹത്വത്തെങ്കിൽ ആ കന്യകയെ വിവാഹം കഴിക്കുകയും സ്വഗൃഹത്തിൽ കൊണ്ടുപോരുകയും ചെയ്തു. അങ്ങനെ ആ ദമ്പതിമാർ യഥാസുഖം സ്വഗൃഹത്തിൽ താമസിച്ചിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഭക്ഷണവും മറ്റും കഴിഞ്ഞ് 2 പേരും കൂടി സൈരിവ സല്ലാപം ചെയ്ത് സന്തോഷിച്ചിരിക്കുന്ന സമയത്തിൽ വരരുചി തന്റെ പ്രേമഭാജനമായ ധർമ്മധാരങ്ങളുടെ തലമുടി ഭംഗിയാകും വണ്ണം ചീകി കെട്ടി. അപ്പോൾ തലയുടെ മധ്യത്തിൽ വലുതായ ഒരു വ്രണകിണം കാണുകയാൽ അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സാധ്വി അതൊരു പന്തം തറച്ച പാടാണെന്ന് അമ്മ പറഞ്ഞിട്ടുള്ളത്. അമ്മ കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ പിണ്ടിച്ചങ്ങാടത്തിന്മേൽ ആറ്റിൽ കൂടി ഒഴുകി വരുന്നത് കണ്ടപ്പോൾ എന്നെ പിടിച്ചു കയറ്റി വളർത്തിയതാണെന്നും അല്ലാതെ പ്രസവിച്ചതല്ലെന്നും ഒരിക്കൽ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നെൻ്റെ തലയിൽ പന്തവും തറച്ചിരുന്നു അത്രേ. ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബുദ്ധിശാലിയായ വരരുചിക്ക് തൻ്റെ ഈ ധർമ്മതാരങ്ങൾ ആ പറയന്റെ അപ്രപ്ത്യം കൊണ്ട് തന്നെ നിശ്ചയമായി. തൽക്കാലം മനസ്സിൽ കുറച്ച് വിഷാദമുണ്ടായെങ്കിലും ലിഖിതമോടെ പ്രോചാസ്ത്യം കം സർത്ത എന്ന് വിചാരിച്ച് സമാധാനപ്പെട്ടുകൊണ്ട് വിവരമെല്ലാം തന്റെ ധർമ്മപത്നിയും ധരിപ്പിച്ചു. ഇനി നമുക്കേതായാലും ഇവിടെ ഇങ്ങനെ താമസിക്കേണ്ട, ആയുഷശേഷത്തെ ദേശസഞ്ചാരം കൊണ്ട് തന്നെ നയിക്കണം. ഇങ്ങനെ പറഞ്ഞ് വരരുചി ഭാര്യാസമേതം ഉടനെ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. പിന്നെ അവരുടെ സഞ്ചാരം മലയാള ദേശങ്ങളിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ പരദേശികന്മാരായിരുന്നു. മേൽ പറഞ്ഞ കഥകളെല്ലാം പരദേശത്ത് വെച്ച് നടന്നതാണെന്നും വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. അങ്ങനെ അവർ ഓരോരോ ദിക്കുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഭാര്യ ഗർഭം ധരിച്ചു. ഗർഭം പൂർണ്ണമായി. പ്രസവവേദനയുടെ ആരംഭമായപ്പോൾ ഒരു കാട്ടിലേക്ക് കയറി പ്രദർശിച്ചു കൊള്ളാൻ അങ്ങനെ ഭർത്താവ് വഴിയിലിരുന്നു. ഭാര്യ അപ്രകാരം ഒരു വനാന്തരത്തിൽ പ്രവേശിക്കുകയും ഉടനെ പ്രസവിക്കുകയും ചെയ്തു. പിള്ള വാങ്ങാനും മറ്റും ആരുണ്ടോമ ഇല്ലായിരുന്നെങ്കിൽ പറയണ്ടല്ലോ. ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്നുണ്ടല്ലോ. പ്രസവം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വായുണ്ടോ എന്ന് വരരുചി ചോദിച്ചു. ഉണ്ട് എന്ന് ഭാര്യ മറുപടി പറയുകയും ചെയ്തു. വായുള്ള പിള്ളയ്ക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട്, അതിനാൽ കുട്ടിയെ എടുക്കണമെന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ അവിടെ തന്നെ ഇട്ടും വെച്ച് ഭാര്യയോടുകൂടി വരരുചി അപ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. പെറ്റുകിടക്കുക എന്നൊരു ന്യായം ആ സ്ത്രീക്കുണ്ടായിരുന്നില്ല. പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകളും കാട്ടാറുകളിലെ പച്ചവെള്ളവും കാട്ടിലെ കായ്കനികളും ഭിക്ഷയെടുത്ത് കിട്ടുന്ന സ്വല്പമായ അന്നവും മറ്റുമല്ലാതെ വിശേഷിച്ച് യാതൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ആ പതികുതിർക്ക് യാതൊരു തരക്കേടും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ തന്നെ പല സ്ഥലങ്ങളിലായി 11 പ്രസവം കഴിഞ്ഞു. കുട്ടികളെയെല്ലാം കാട്ടിൽ വെച്ച് തന്നെ പോവുകയും ചെയ്തു. ആ 11 കുട്ടികളും ബ്രാഹ്മണ മുതൽ 11 ജാതക്കാർമാർക്ക് കിട്ടുകയും അവർ എടുത്തുകൊണ്ടുപോയി വളർത്തുകയും ചെയ്തു. 12ാമത്തെ ഗർഭമുണ്ടായപ്പോൾ ആ സ്വാതി കഷ്ടം, ഞാൻ 11 പ്രസവിച്ചിട്ടും ഒരു കുട്ടിയും എനിക്കില്ലല്ലോ. ഈ പ്രാവശ്യം പ്രസവിക്കുമ്പോൾ കുട്ടിക്ക് വായുണ്ടോ എന്ന് ഭർത്താവ് ചോദിച്ചാൽ ഇല്ലെന്ന് പറയണം
എന്നാൽ ആ കുട്ടിയെങ്കിലും എടുത്തുകൊള്ളുവാൻ ഇദ്ദേഹം അനുവദിക്കുമായിരിക്കും. പിന്നീട് പരമാർത്ഥം പറഞ്ഞ് ഇദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും ചെയ്യാം. ഇങ്ങനെ നിശ്ചയിച്ചു. ഗർഭം പൂർണ്ണമായപ്പോൾ പതിവ് പോലെ പ്രസവിക്കുകയും കുട്ടിക്ക് വായുണ്ടോ എന്ന് ഭർത്താവ് ചോദിക്കുകയും ഇല്ല എന്ന് ഭാര്യ പറയുകയും ചെയ്തു. ആ കുട്ടിയെ എടുത്തുകൊള്ളുന്നതിന് ഭർത്താവ് വധിക്കുകയും ചെയ്തു. ഉടനെ കുട്ടിയും എടുത്ത് രണ്ടുപേരും കൂടി പുറപ്പെട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വാസ്തവമായിട്ട് തന്നെ കുട്ടിക്ക് വായില്ലാതായി തീർന്നു. വിശിഷ്ടകളായ സാധുക്കളുടെ വാക്ക് മിഥ്യയായി ഭവിക്കുന്നതല്ലോ. വരരുചി ആ കുട്ടിയെ ഒരു കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ചു. അതാണ് വായില്ലാ കുന്നിലപ്പൻ. ഇങ്ങനെ പ്രസിദ്ധപ്പെട്ട ദേവൻ അദ്ദേഹമാണ്. ഈ വായില്ലാ കുന്നിലപ്പൻ ഉൾപ്പെടെയാണ് പറയിപ്പറ്റ പന്തരുകുലം എന്ന് പറയുന്നത്. ഈ 12 പേരുടെയും പേരുകൾ പറയുന്നതായ ഒരു ശ്ലോകം കേട്ടുകൊള്ളൂ. അത് താഴെ പറയാം. മേളത്തോർ അഗ്നിഹോത്രി രജകനുളിയന്നോർ തച്ചനും പിന്നെ വള്ളോൻ വായില്ലാ കുന്നിലപ്പൻ വഴുതലമരുവും നായർ കാരക്കൽ മാതാചമ്മേ കേളപ്പകൂറ്റൻ പെരിയ തിരുവരങ്കത്തെഴും പാണനാരും നേരെ നാരായണ ഭ്രാന്തനും ഉടവന്നു കവൂർചാത്തനും പാക്കനാരും. ഇവർ പല ദിക്കുകളായിട്ടാണ് താമസിച്ചു വന്നത്. എങ്കിലും എല്ലാവർക്കും ബാല്യം കഴിഞ്ഞപ്പോഴേക്കും അവർ പരസ്പരം സഹോദരന്മാരാണെന്ന് അറിയുകയും തമ്മിൽ സ്നേഹത്തോടും കൂടി പാർത്തു വരികയും ചെയ്തു. ഇവിടെ ദിവ്യത്വങ്ങളും അത്ഭുത കർമ്മങ്ങളും അവസാനമില്ലാത്തതയുണ്ട്. വരരുചിയും ഭാര്യയും പിന്നെ അവരുടെ ജീവിതശേഷത്തെ സഞ്ചാരം കൊണ്ട് തന്നെ കഴിച്ചുകൂട്ടി. ആ മാതാപിതാക്കന്മാരുടെ ശ്രാദ്ധത്തിന് മേൽപ്പറഞ്ഞ 12 പേരിൽ വായില്ലാ കുന്നിലപ്പൻ ഒഴിച്ച് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടുകയും ഒരു പുല്ലിന്മേൽ തന്നെ ബലിയിടുകയുമാണ് പതിവ്. അത് മേളത്തോൾ അഗ്നിഹോത്രിയുടെ ഇല്ലത്തുമാണ്. അഗ്നിഹോത്രി ബ്രാഹ്മണനായിരുന്നതിനാൽ ചാത്തത്തിനും ബ്രാഹ്മണർ തന്നെയാണ് പതിവ്. പറയൻ വരെയുള്ള നാനാജാതികളിൽ കൂടി ചാത്ത മൂട്ടുകയാൽ ചാത്തത്തിന് ക്ഷണിച്ചാൽ വരുന്നത് ബ്രാഹ്മണർക്കെല്ലാം മടിയായി തുടങ്ങി. അഗ്നിഹോത്രികളുടെ ഭാര്യയായ അന്തർജനത്തിനും ഈ സഹോദരന്മാരുടെ മേളനം വളരെ കഷ്ടമായി തോന്നി തുടങ്ങി. എന്നു മാത്രമല്ല, ഈ വിവരം അന്തർജനം ഒരു ദിവസം ഭർത്താവിനോട് പറയുകയും ചെയ്തു. ആട്ടെ, അതിന് സമാധാനമുണ്ടാക്കാമെന്ന് അഗ്നിഹോത്രി മറുപടി പറയുകയും ചെയ്തു. അങ്ങനെയിരിക്കുമ്പോൾ അവരുടെ അച്ഛന്റെ ശ്രാദ്ധമായി. ശ്രാദ്ധത്തിന്റെ തലേ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും ശേഷമുള്ള സഹോദരന്മാർ 10 പേരും ചാത്തക്കാരനായ ബ്രാഹ്മണനും അഗ്നിഹോത്രികളുടെ ഇല്ലത്തു വന്നു. ഈ സഹോദരന്മാർ വന്നാൽ രാത്രിയിൽ കിടക്കുന്നതിനായി അഗ്നിഹോത്രികൾ പ്രത്യേകം 10 പുരമുറികൾ അവിടെ മുമ്പേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ നിയമാനുഷ്ഠാനങ്ങളും മറ്റും കഴിച്ച് അവരവർക്കുള്ള ശയനഗ്രഹങ്ങളിൽ പോയി കിടക്കുകയും ചെയ്തു. എല്ലാവരും ഉറക്കമായപ്പോൾ അഗ്നിഹോത്രികൾ അന്തർജനത്തിന്റെയും ചാത്തനത്തിന്റെയും വന്നിരിക്കുന്ന ബ്രാഹ്മണനെയും വിളിച്ച് ഒരു വിളക്കുമായി 10 പേർ കിടക്കുന്ന സ്ഥലം കൊണ്ടുപോയി. എന്നെ തൊട്ടുകൊണ്ട് നോക്കുവിൻ എന്ന് പറഞ്ഞു. അന്തർജനവും ചാത്തക്കാരനും അഗ്നിഹോത്രികളെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ 10 പേരും ഒന്നുപോലെ ശംഖചക്ര ഗാഥാപാദികളായി ആയുധങ്ങളോടുകൂടി ചതുർബാഹികളായി അനന്തന്റെ മേൽ കിടന്നുറങ്ങുന്നതായി കണ്ടു. 2 പേരും ഏറ്റവും ഭയവിസ്മയ ഗുലരായിപ്പെട്ടു. അങ്ങനെ അവരുടെ വീണ് നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ അന്തർജനത്തിനും മറ്റുള്ള ബ്രാഹ്മണർക്കും ഉണ്ടായിരുന്ന ദുശങ്കയും സംശയവും തീരുകയും ചെയ്തു. ഇവരെല്ലാവരും സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തികളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. മേളത്തോൾ അഗ്നിഹോത്രിയുടെ ഭവനം പൊന്നാനി താലൂക്കിൽ മേളത്തൂർ അങ്കിയിലാണത്രേ. വള്ളുവനാട് താലൂക്കിൽ ഒറ്റപ്പാലത്തിന് സമീപമുള്ള കടമ്പൂര് മനക്കിൽ നമ്പൂരിമാർ ഈ അഗ്നിഹോത്രിയുടെ പുലക്കാരുമത്രേ. അഗ്നിഹോത്രികളുടെ ഭാര്യയായ അന്തർജനം ഒരിക്കൽ അടുക്കളുള്ള പുഴയിൽ കുളിക്കുവാൻ പോയപ്പോൾ ഒരു താലം കൂടി കൊണ്ടുപോയിരുന്നു. ആ താലം തേച്ചു മുക്കി വെള്ളത്തിലിട്ട് ഒഴുകിപ്പോകാതിരിക്കുവാൻ അതിൽ കുറെ മണലും വാരിയിട്ട് കുളിച്ചു കയറി. പോകുവാൻ നേരത്ത് താലം എടുത്തപ്പോൾ വരികയില്ല. അതവിടെ ഉറച്ചുപോയി. അങ്ങനെ ഉണ്ടായതാണ് തൃത്താലപ്പൻ എന്ന് ലോകപ്രസിദ്ധനായ ദേവൻ. തൃത്താലപ്പന്റെ വിഗ്രഹം ഇന്നും മണൽ കൂട്ടിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ശില പോലെ ഉറപ്പുണ്ട് താനും. നാറാണത്തു ഭ്രാന്തന്റെ ദിവ്യത്വങ്ങൾ പറഞ്ഞാൽ വളരെയുണ്ട്. അദ്ദേഹത്തിന്റെ പതിവായിട്ടുള്ള പ്രവൃത്തി വലിയ കല്ലുകൾ ഉരുട്ടി മലയുടെ മുകളിൽ കൊണ്ടുചെല്ലുകയും മുകളിലാകുമ്പോൾ കൈവിടുകയും കല്ല് സ്വയമേവ കീഴ്പോട്ട് ഉരുണ്ടു പോകുന്നത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുകയുമാണ്. ഇത് കണ്ടാൽ ഇത്രയും കനത്തൊരു കല്ലുകൾ ഉരുട്ടിക്കൊണ്ട് അതിന്മേ മുകളിൽ പേറ്റിലേടുവാൻ പാരം ദണ്ഡമായത് കീഴ്പോട്ട് ചാടിപ്പോനിടുമവാ ആയസം ചെറ്റുവേണ്ട താഴത്തു വന്നു നിൽക്കൂ എന്നുള്ള സാരോപദേശത്തെ ദൃഷ്ടാന്തപ്പെടുത്തി മനുഷ്യസ്ഥിതിക്ക് ഇതിനോട് സാദൃശ്യമാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനാണോ എന്ന് തോന്നും. ആർക്കറിവൂ മഹാന്മാരുടെ മനോഗതം. ഇദ്ദേഹത്തിന്റെ ഉപജീവനം ഭിക്ഷയെടുത്ത് തന്നെ ആയിരുന്നു. കയ്യിൽ ഒരു ചെമ്പുപാത്രമുണ്ട്. പക്ഷെ ഭിക്ഷയാചിച്ച് അന്നന്ന് കിട്ടുന്ന അരി മുഴുവനും വൈകുന്നേരമാകുമ്പോൾ എവിടെ എത്തുന്നുവോ അവിടെ വെച്ച് സ്വയം പാകം ചെയ്തു ഭക്ഷിക്കും.
സ്വയംപാക ഭക്ഷണമല്ലാതെ പതിവില്ല. അതൊരു നേരമേ ഉള്ളുകാനും. ഊണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും. നേരം വെളുത്താൽ പുറപ്പെടും. ഉച്ചവരെ കല്ലുമലയിൽ ഉരുട്ടിക്കയറ്റുകയായി. പിന്നെ ഭിക്ഷയാചിക്കും. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ദിനചര്യ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ അദ്ദേഹം ഒരു ശ്മശാനത്തിൽ കയറി ചെന്നു. അതൊരു ശവദാഹം കഴിച്ച് ജനങ്ങളെല്ലാം പോയ ഉടനെ ആയിരുന്നതിനാൽ അവിടെ ധാരാളം തീയും മുറിവുകളയും ഉണ്ടായിരുന്നു. ഇത് കണ്ട് നാറാണത്തു ഭ്രാന്തൻ സ്വയം പാകത്തിന് ഇവിടെ തന്നെ തരമെന്ന് നിശ്ചയിച്ച് 3 കല്ലെടുത്ത് ആ പട്ടടയുടെ ഒരറ്റത്ത് തന്നെ അടുപ്പ് കൂട്ടി. അടുക്കലുള്ള നടിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അരിയും വെള്ളവും ഒരുമിച്ച് തന്നെ ആ ചെമ്പുപാത്രത്തിൽ അടുപ്പ് വെച്ചു. മുറികൊള്ളികളും പെറുക്കി അടുപ്പിലിട്ടു. ഇടതുകാലിന്മേൽ കുറച്ച് മന്തുള്ളതിനാൽ ആ കാല് വലിച്ച് അടുപ്പ് കല്ലിന്മേൽ വെച്ച് തീയും കാഞ്ഞ് മൂളിപ്പാട്ടും പാടി കുറേശ്ശെ ഉറക്കവും തൂങ്ങി അടങ്ങനെ ഇരുന്നു. മഞ്ഞുകാലമായിരുന്നതിനാൽ തീ കായാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന നേരം ഒരു യാമം കഴിഞ്ഞപ്പോഴേക്കും ഭൂതപ്രേത പിശാചുകളോടുകൂടി ആർത്ത് തിമിർത്ത് ചുടല ഭദ്രകാളികളുടെ വരവായി. അവരുടെ അട്ടഹാസങ്ങളും അലർച്ചകളും ഒക്കെ കേട്ടിട്ട് നാറാണത്ത് ഭ്രാന്തൻ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും അടുത്തു വന്നപ്പോൾ പണ്ടെങ്ങുമില്ലാത്ത വിധം അവിടെ ഒരു മനുഷ്യനിരിക്കുന്നത് കണ്ട് ആരാണ് അവിടെ വന്നിരിക്കുന്നത്, വേഗത്തിൽ എണീറ്റ് പോകണമെന്ന് പറഞ്ഞു. നാറാണത്തു ഭ്രാന്തൻ, നിങ്ങൾക്ക് കണ്ണില്ലേ? ഇവിടെ ഇരിക്കുന്ന ആരാണെന്ന് കണ്ടുകൂടി? ഞാനൊരു മനുഷ്യനാണ്. ഇപ്പോൾ പോകുവാൻ ഭാവവുമില്ല. ഭദ്രകാളി പറഞ്ഞു. അതിലേ, എന്നാൽ ഞങ്ങൾ നിന്നെ പേടിപ്പിക്കും. ഭ്രാന്തൻ പറഞ്ഞു. നിങ്ങൾ പേടിപ്പിച്ചാൽ ഞാൻ പേടിച്ചില്ലെങ്കിലും. ഭദ്രകാളി പറഞ്ഞു. ഞങ്ങൾ പേടിപ്പിച്ചാൽ പേടിക്കാതെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഭ്രാന്തൻ പറഞ്ഞു. ആവോ, ഒന്ന് പരീക്ഷിച്ചു നോക്കുവേൻ, എന്നാൽ അറിയാമല്ലോ. ഇത് കേട്ടപ്പോൾ അവർക്ക് കോപം സഹിക്കവയ്യാതിട്ട് എല്ലാവരും കൂടി തീകട്ട പോലെ ആയിരിക്കുന്ന കണ്ണുകൾ തുറിച്ചും വീഴിച്ചും രക്തവർണ്ണങ്ങളായ ആയുധങ്ങളായിരിക്കുന്ന നാവുകളെ വളച്ചു കടിച്ചും ചന്ദ്രക്കല പോലെ വളഞ്ഞ വലിയ ദഷ്ടങ്ങളെ പല്ലുകളെയും പുറത്തേക്ക് തള്ളിച്ചും വലിയ അട്ടഹാസത്തോടുകൂടി നാറാണത്തു ഭ്രാന്തനെ പേടിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിന് നേരെ പാഞ്ഞു ചെന്നു. അദ്ദേഹം ഇത് കേട്ടിട്ട് യാതൊരു കൂസലവും കൂടാതെ ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ലവലേശം പേടിച്ചില്ല. അപ്പോൾ ചുടല ഭദ്രകാളിയും ഭൂതങ്ങളുമെല്ലാം ലജ്ജ സഹിക്കവയ്യാതെ മുഖം താഴ്ത്തിക്കൊണ്ട് നിന്നു. ഭ്രാന്തൻ പറഞ്ഞു. എന്താ, പേടിപ്പിച്ചു കഴിഞ്ഞോ? ഭദ്രകാളി പറഞ്ഞു. അല്ലയോ മഹാനുഭാവ, അങ്ങൊരു സാധാരണ മനുഷ്യനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണ്. അവിടുന്ന് സാമാന്യനല്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതിനാൽ ഇതാ ഞങ്ങൾ അപേക്ഷിക്കുന്നു, അവിടുന്ന് കൃപയുണ്ടായി ഇവിടെ നിന്ന് മാറിത്തരണം. ഞങ്ങൾ ഈ ചുടലയിൽ നൃത്തം ചെയ്യുവാനായി വന്നിരിക്കുകയാണ്. ഭ്രാന്തൻ പറഞ്ഞു. നിങ്ങളിവിടെ ഒരറ്റത്ത് നൃത്തം വെച്ചോളി, അതിന് ഞാൻ പോകണമെന്നുണ്ടോ? ഭദ്രകാളി പറഞ്ഞു. മനുഷ്യർ കാണുകയെ ഞങ്ങൾക്ക് നൃത്തം ചെയ്യുക വിഹിതമല്ല, അതിനാലാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ഭ്രാന്തൻ പറഞ്ഞു. എന്നാൽ നൃത്തം നാളെ മതി. എത്ര അപേക്ഷിച്ചാലും ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല. ഭദ്രകാളി പറഞ്ഞു. നൃത്തം നാളെ ആയാൽ പോരാ, ഇന്നാണ് പതിവ്. ഭ്രാന്തൻ പറഞ്ഞു. എന്നാൽ പതിവ് പോലെ ആകട്ടെ, ഞാൻ പോയിട്ടുണ്ടാവുകയില്ല. എനിക്കും ചില പതിവുകളുണ്ട്. തീയും വെള്ളവും കിട്ടുന്ന ദിക്കിൽ അരി വെക്കുക, അരി വെക്കുന്ന ദിക്കിൽ ഉണ്ണുക, ഉണ്ണുന്ന ദിക്കിൽ കിടക്കുക. അങ്ങനെയാണ് നമ്മുടെ പതിവ്. അതും വ്യത്യാസപ്പെടുകയില്ല. ഒരു വിധത്തിലും ഇദ്ദേഹം ഒഴിഞ്ഞു പോവുകയില്ലെന്ന് തീർച്ചയായപ്പോൾ ഭദ്രകാളി, അല്ലയോ മഹാനുഭാവ, അവിടുന്ന് ഒരു വിധത്തിലും സമ്മതിക്കായിയാൽ ഞങ്ങൾ തന്നെ ഒഴിഞ്ഞു പൊയ്ക്കൊള്ളാമെന്ന് നിശ്ചയിച്ചു. എന്നാൽ മനുഷ്യരെ നേരിട്ട് കണ്ടുമുട്ടിയാൽ അവരെ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാതെ പോകുവാൻ പാടില്ല. ദിവ്യനായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ശപിക്കണമെന്ന് വിചാരിക്കുന്നില്ല, അനുഗ്രഹിക്കണമെന്നാണ് ഞങ്ങളുടെ വിചാരം. അതിനാൽ അവിടേക്ക് ആഗ്രഹമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു. ഭ്രാന്തൻ പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ട, നിങ്ങൾ പൊയ്ക്കൊള്ളുവിൻ. എനിക്ക് ചോറ് കാലമായിരിക്കുന്നു, ഞാൻ ഉണ്ണട്ടെ. ഭദ്രകാളി പറഞ്ഞു. അയ്യോ, അവിടുന്ന് അങ്ങനെ പറയരുതേ. ദയവുണ്ടായി എന്തെങ്കിലും ഒരു വരം ഞങ്ങളോട് ചോദിക്കണം, അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുവാൻ നിവൃത്തിയില്ല. ഭ്രാന്തൻ പറഞ്ഞു. നാശം, ഉപദ്രവമായിട്ട് തീർന്നല്ലോ. ആട്ടെ, എന്നാൽ വല്ലും ഒരു വരം വാങ്ങിച്ചേക്കാം. ഞാൻ എന്ന് മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഭദ്രകാളി പറഞ്ഞു. ഓഹോ, ഇനി 36 സംവത്സരം 6 മാസവും 12 ദിവസവും 5 നാഴികയും 3 വിനാഴികയും കഴിയുമ്പോൾ അങ്ങ് മരിക്കും. ഭ്രാന്തൻ പറഞ്ഞു. എന്നാൽ അതുകൂടാതെ ഒരു ദിവസം കൂടി എനിക്ക് ജീവിച്ചിരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ അനുഗ്രഹിക്കണം. ഭദ്രകാളി പറഞ്ഞു. അത് ഞങ്ങൾ വിചാരിച്ചാൽ കഴിയില്ല. ഒരു ദിവസം എന്നല്ല, ഒരു മാത്ര സമയം കൂടി ആയുസ് തരാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ഭ്രാന്തൻ പറഞ്ഞു. എന്നാൽ അത് വേണ്ട, നിങ്ങൾ പറഞ്ഞതിൻ്റെ തലേ ദിവസം ഞാൻ മരിച്ചാലും മതി, അങ്ങനെ അനുഗ്രഹിക്കൂ. ഇനി ഭദ്രകാളി പറഞ്ഞു. അത് ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഭ്രാന്തൻ പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് എന്തിനാണ്? നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതാണ് ആദ്യമേ എനിക്ക് നിങ്ങളോട് അനുഗ്രഹമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഭദ്രകാളി പറഞ്ഞു. അവിടുന്ന് കൃപയുണ്ടായി ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുന്നതായ ഒരു വരത്തെ വരിക്കണം. ഭ്രാന്തൻ പറഞ്ഞു. എന്നാൽ ആവട്ടെ, ഈ ശനികൾ എവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നല്ലോ.
എൻ്റെ ഈ ഇടതുകാലിന്മേലുള്ള മന്ത് വലതുകാലിന്മേലാകുവാൻ അനുഗ്രഹിച്ചിട്ട് പോയിക്കൊള്ളു. ഇത് നിങ്ങൾ വിചാരിച്ചാൽ കഴിയും. ഇത് കേട്ട് ചുടുല ഭദ്രകാളിയും മറ്റും സന്തോഷിച്ച് അപ്രകാരം അനുഗ്രഹിച്ചിട്ട് മറഞ്ഞുപോയി. അനുഗ്രഹപ്രകാരം മന്തു വലതുകാലിന്മേലാവുകയും ചെയ്തു. നാറാണത്ത് ഭ്രാന്തൻ ഊണും കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി. അരുണോദയമായപ്പോൾ എണീറ്റ് കാല് പിടിക്കുവാൻ പോവുകയും ചെയ്തു. ഇത് കഥയിൽ നിന്നും ഈശ്വരകൽപ്പിതയെ നീക്കുവാൻ ആര് വിചാരിച്ചാലും കഴിയുന്നില്ലെന്ന് സ്പഷ്ടമാക്കുന്നു. ഒരിക്കൽ നാറാണത്ത് ഭ്രാന്തൻ ഒരു നീച ജാതിക്കാരന്റെ ചാത്തമുണ്ണുവാൻ പോകുന്നതെറിഞ്ഞ് മറ്റൊരാൾ കൂടി ഒരുമിച്ച് ചെന്നു. രണ്ടുപേരും മൂക്കമുട്ട ഊണ് കഴിച്ചു. ഉടനെ രണ്ടുപേരും ഒരുമിച്ച് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. വഴിക്ക് നാറാണത്ത് ഭ്രാന്തൻ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കും ദാഹം സഹിക്കാൻ വയ്യാതായിരിക്കുന്നു എന്ന് മറ്റേയാളും പറഞ്ഞു. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ ആട്ടെ, നിവൃത്തി ഉണ്ടാക്കാം. പിന്നെയും രണ്ടുപേരും കൂടി കുറച്ച് ചെന്നപ്പോൾ ഒരു മൂശാരിയുടെ ആലയിൽ ഒരു വലിയ വാർപ്പ് വയ്ക്കുവാനായി ഓട് ചൂടയിൽ വെച്ചിരിക്കുന്നത് കണ്ടു. നാറാണത്ത് ഭ്രാന്തൻ അവിടെ കയറി ചെന്ന് ഉരുക്കി തിളച്ച് മറിയുന്ന ഓടെക്കുറെ കൈയോട് കോരി കുടിച്ചു. മറ്റേ ആളോടും കുടിക്കുവാൻ പറഞ്ഞു. അയ്യോ, പുള്ളി ചത്തുപോകും, എനിക്ക് പ്രയാസമുണ്ട് എന്ന് മറ്റേയാൾ പറഞ്ഞപ്പോൾ, എന്നാൽ തനിക്ക് ഭ്രഷ്ടമുണ്ട്, ഞാൻ ഉണ്ണുന്നത് ഉണ്ടാകിയാൽ ഞാൻ കുടിക്കുന്നതും തനിക്ക് കുടിക്കുകയും വേണം. ഇങ്ങനെ പറഞ്ഞ് നാറാണത്ത് ഭ്രാന്തൻ പോവുകയും ചെയ്തു. നാറാണത്ത് ഭ്രാന്തൻ ചിലപ്പോൾ കട്ടുറുമ്പുകൾ കൂട്ടം കൂടി വരുവാനായി പോകുമ്പോൾ അവയെല്ലാം എണ്ണിക്കൊണ്ടിരിക്കും. അങ്ങനെയും ഒരു പതിവുണ്ട്. അങ്ങനെ ഒരു ദിവസം നാറാണത്ത് ഭ്രാന്തൻ ഉറുമ്പുകളെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അടുക്കൽ ചെന്ന് എത്രയായി എന്ന് ചോദിച്ചു. ഉടനെ നാറാണത്ത് ഭ്രാന്തൻ 10,000 പോയി, 10,000 ഉണ്ട്, അതുകൂടെ പോകണമെന്ന് സുഖമായി പറഞ്ഞു. ഈ ചെന്ന് ചോദിച്ച ആൾക്ക് വളരെ കാലമായി വയറ്റിൽ ഒരു വേദനയുണ്ടായിരുന്നു. അതിന് ചികിത്സയ്ക്കും മറ്റുമായി 10,000 രൂപ ചെലവായിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ 10,000 രൂപ കെട്ടിവെച്ചിട്ടും ഉണ്ടായിരുന്നു. നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞതിന്റെ സാരം ആ 10,000 കൂടി ചെലവായ ഇയാൾക്ക് വയറ്റിൽ വേദന ഭേദമായി സുഖമാകുമെന്നായിരുന്നു. ആ സാരം ഈ മനുഷ്യൻ മനസ്സിലാക്കിയ ശേഷമുണ്ടായിരുന്ന 10,000 കൂടി ചികിത്സിക്കുകയും സദ്മർങ്ങൾക്കായി ചെലവാക്കുകയും വയറ്റുവേദന ഭേദമാകുകയും ചെയ്തു. അകവൂർ ചാത്തനും ഇതുപോലെ തന്നെ ഒരു ദിവ്യനായിരുന്നു. അദ്ദേഹം അകവൂർ നമ്പൂരിപ്പാട്ടിലെ ഭൃത്യനായി ആ മനയ്ക്കാണ് താമസിച്ചിരുന്നത്. അന്നത്തെ അച്ഛൻ നമ്പൂരിപ്പാട്ടിലേക്ക് അനർഹമായ ഒരു സ്ത്രീയിൽ മനസ്സ് പ്രവർത്തിക്കിയാൽ തത്പരിഹാര പാരാർത്ഥം ഗംഗാസ്നാനം ചെയ്യണമെന്ന് തീർച്ചയാക്കി. നമ്പൂരിപ്പാട്ടിൽ നിന്ന് പോയപ്പോൾ ഭൃത്യനായ ചാത്തനെയും കൊണ്ടുപോയി. ചാത്തൻ ഒരു ചുരയ്ക്കും എടുത്തുകൊണ്ടുണ്ടായിരുന്നു. നമ്പൂരിപ്പാട്ടിൽ നിന്ന് സ്നാനം കഴിഞ്ഞ പുണ്യതീർത്ഥങ്ങളെല്ലാം ചാത്തൻ ഈ ചുരയ്ക്കായി മുക്കി. ചാത്തൻ എങ്ങും സ്നാനം കഴിച്ചുമില്ല. നമ്പൂരപ്പാട്ടിൽ നിന്ന് തിരികെ സ്വഭവനത്തിലെത്തി. കാലഭൈരവ പ്രീതിയും മറ്റ് കേമമായി കഴിച്ച് പാപമോചനം വന്നു എന്ന് വിചാരിച്ച് ഇരിപ്പുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ചാത്തൻ ഈ ചുരക്കായി എടുത്ത് കറിക്ക് നുറുക്കി കൊടുത്തു. അതൊരു കയ്പൻ ചുരക്കായായിരുന്നാൽ കൂട്ടാൻ കൈപ്പുള്ളു കൂട്ടുവാൻ പാടില്ലായിരുന്നു. കൂട്ടാൻ കഴിച്ചതിനാൽ നമ്പൂരിപ്പാടിന് അന്തർജനത്തിന് ദേഷ്യപ്പെട്ടു. ചാത്തൻ നുറുക്കിയതാണെന്ന് ഞാൻ വെച്ചത്, കഷ്ണം എന്തെന്നറിഞ്ഞില്ല, ആ കഷ്ണത്തിന് കയ്പായിരിക്കണം, അല്ലാതൊന്നുമില്ല, ഇങ്ങനെ അന്തർജനം പറഞ്ഞു. നമ്പൂരപ്പാട്ടിൽ നിന്ന് ഊണ് കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ചാത്തനെ വിളിച്ച് കൂട്ടാനിന് നറുക്കി കൊടുത്ത കഷണം എന്തായിരുന്നു എന്നും അത് കഴിക്കുന്നതിന്റെ കാരണം എന്താണെന്നും ചോദിച്ചു. അപ്പോൾ ചാത്തൻ പറഞ്ഞു, കൂട്ടാന്റെ കഷണം കഴിക്കുന്നുണ്ടെങ്കിൽ തിരുമനസിലെ പാപവും തീർന്നിട്ടില്ല. തിരുമേനി സ്നാനം കഴിച്ച പുണ്യതീർത്ഥങ്ങളെല്ലാം അടിയൻ ആ കയ്പിൻ ചുരയ്ക്കാനും മുക്കിയല്ലോ, ആ ചുരയ്ക്കാണ് കൂട്ടാനും നറുക്കിക്കൊടുത്തത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചാത്തൻ തന്നെ പരിഹസിക്കുവാനായിട്ട് ചുരയ്ക്കാൻ മുക്കിക്കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കിയാൽ നമ്പൂരിപ്പാട്ടിലെ കോപം അശേഷം പോയി എന്നല്ല, വളരെ ലജ്ജയും ഉണ്ടായി. തന്റെ പാപം തീർന്നിട്ടില്ലെന്ന് സ്വയമേവ നമ്പൂരിപ്പാട്ട് സമ്മതിച്ചു. ഇനി പാപം തീരുവാൻ എന്തു വേണമെന്ന് അവർ ആലോചിച്ചു. തിരുമേനി യാതൊരു സാധനത്തെ ആഗ്രഹിച്ചുവോ അതിന്റെ പ്രതിമ ഇരുപോണ്ടുണ്ടാക്കി അത് തീയിലിട്ട് നല്ലപോലെ പഴുപ്പിച്ചെടുത്തിട്ട് നാട്ടി അനേകം കൂടെ നിൽക്കുമ്പോൾ ഇന്ന സംഗതിയുടെ പാപം തീരുന്നില്ലെന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അതിനെ ആലിംഗനം ചെയ്യാം, അല്ലാതെ ഈ പാപം ഒരിക്കലും തീരുന്നതല്ല. നമ്പൂരപ്പാട്ടിന് ഇത് കേട്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് തീർച്ചപ്പെടുത്തി. പിന്നെ ഇരുമ്പ് കൊണ്ട് ഒരോളോളം വലിപ്പത്തിൽ ഒരു സ്ത്രീരൂപം ഉണ്ടാക്കി ഈ പ്രതിവിധി കൊണ്ട് ആ ദിവസം ചെയ്യുക നിശ്ചയിച്ച് മലയാള രാജ്യമൊട്ടിക്ക് ഒരു പരസ്യവും പ്രസിദ്ധപ്പെടുത്തി. സമയമായപ്പോഴേക്കും അസംഖ്യം ജനങ്ങൾ അവിടെ വന്നുകൂടി. പ്രതിമയും പഴുപ്പിച്ച വലിയ കോടാലികൾ കൊണ്ടും മറ്റും പിടിച്ച് സഭയിൽ നാട്ടിവെച്ചു. നമ്പൂരപ്പാട്ടിന് തനിക്ക് പാപം സംഭവിക്കാനുള്ള കാരണവും ഇതതിന്റെ പരിഹാരമാണെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തീക്കട്ട പോലെ ജ്വലിച്ചുകൊണ്ടിരുന്ന പ്രതിമയെ കെട്ടിപ്പിടിക്കുവാനായി ഓടിച്ചെന്നു. തൊട്ടില്ലാന്നായപ്പോൾ അടുത്തു നിന്നിരുന്ന ചാത്തൻ നമ്പൂതിരിപ്പാട്ടിലെ തടുത്തു നിർത്തിക്കൊണ്ട് ഇത്രയും മതി, ഇപ്പോൾ അവിടുത്തെ പാപമെല്ലാം തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അവിടെ കൂടിയിരുന്ന സകല ജനങ്ങളും ഐകകണ്ഠേന സമ്മതിക്കുകയും ചെയ്തു. ഇതിനാൽ പാപമോചനത്തിന് പശ്ചാത്താപവും മനഃശുദ്ധിയുമാണ് വേണ്ടതെന്നും
അതുകൂടാതെ ഗംഗാസ്നാനം മുതലായവ ചെയ്താൽ മതിയാകുകയില്ലെന്നും സ്പഷ്ടമാകുന്നുവല്ലോ. നമ്പൂതിരിപ്പാടിന് പതിവായി 7.5 നാഴിക വെളുപ്പാനാവുമ്പോൾ കുളിച്ച് ഉച്ചയാകുന്നതുവരെ തേവാരം കഴിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ഒരു ദിവസം ചാത്തൻ ചോദിച്ചു. ഞാൻ പരബ്രഹ്മത്തെ സേവിക്കുകയാണെന്ന് നമ്പൂതിരിപ്പാട് പറഞ്ഞു. അപ്പോൾ പരബ്രഹ്മം എങ്ങനെയിരിക്കും എന്ന് ചാത്തൻ ചോദിക്കുകയാൽ നമ്പൂതിരിപ്പാട്ടിന് പരിഹാസമായിട്ടാണ് നമ്മുടെ മാടനെ പോലെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നമ്പൂതിരിപ്പാട്ട് കുളിക്കുമ്പോൾ ചാത്തനും പതിവായി കുളിച്ചു പരബ്രഹ്മത്തെ സേവിച്ചു തുടങ്ങി. അങ്ങനെ 40 ദിവസം കഴിഞ്ഞപ്പോൾ ചാത്തന്റെ ധ്യാനപ്രകാരം മാടൻ പോത്തിന്റെ സുബൂരത്തിൽ പരബ്രഹ്മം അയാൾക്ക് പ്രത്യക്ഷമായി. പിന്നെ സദാ പരബ്രഹ്മം ചാത്തന്റെ കൂടെ നടക്കുകയും അയാൾ പറയുന്ന വേലകൾ ചെയ്യുകയും തുടങ്ങി. നമ്പൂതിരിപ്പാട്ടിൽ നിന്ന് ഈ വിവരമെല്ലാം അറിഞ്ഞതുമില്ല. അദ്ദേഹത്തിന് ഈ മാടൻ പോത്ത് അപ്രത്യക്ഷമായിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്പൂതിരിപ്പാട്ടിന് തെക്കേ ദിക്കിലേക്ക് ഒരു യാത്രയുണ്ടായി. ഭണ്ഡാരമെടുക്കുന്നതിന് ചാത്തനെയും കൊണ്ടുപോയി. ചാത്തൻ ഭാണ്ഡം മാടൻ പോത്തിന്റെ പുറത്ത് കെട്ടിയിട്ട് വെച്ച് ചുമച്ചു വെച്ചുകൊണ്ട് നമ്പൂതിരിപ്പാട്ടിന്റെ കൂടെ പോയി. ഓച്ചിറനടപ്പലം എന്ന് പ്രസിദ്ധമായ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു വിസ്താരം കുറഞ്ഞ വാതിലുകളിൽ കടന്നു പോകേണ്ടി വന്നിരുന്നു. നമ്പൂതിരിപ്പാട്ടിന് മുമ്പേ കടന്നു, പിന്നാലെ ചാത്തനും കടന്നു. മാടൻ പോത്തിന്റെ കൊമ്പുകൾ അവിടെ തടഞ്ഞതിനാൽ അതിന് കടക്കുവാൻ പാടില്ലാതെ അവിടെ നിന്നു. അപ്പോൾ ചാത്തൻ തിരിഞ്ഞു നിന്ന് ചിരിച്ചു കിടത്തു. നമ്പൂതിരിപ്പാട്ട് ഇത് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മാടൻ പോത്തിനെ അദ്ദേഹം കാണാൻ പാടില്ലായിരുന്നതിനാൽ നീ ആരോടാണ് പറയുന്നത് എന്ന് ചോദിച്ചു. നമ്മുടെ മാടൻ പോത്തിനോട് എന്ന് ചാത്തൻ മറുപടി പറഞ്ഞു. നമ്പൂതിരിപ്പാട് ചോദിച്ചു, മാടൻ പോത്ത് എവിടെ? ഏത് മാടൻ പോത്തിന്? ചാത്തൻ പറഞ്ഞു, ഇതാ നിൽക്കുന്നു, അവിടുന്ന് കാണുന്നില്ലേ? തിരുമനസിന്റെ കൽപ്പന പ്രകാരം അടിയൻ സേവിച്ച് പ്രത്യക്ഷമാക്കിയ മാടൻ പോത്താണിത്. ഇത് കേട്ട് നമ്പൂതിരിപ്പാട് ചാത്തനെ തൊട്ടും കൊണ്ട് നോക്കിയപ്പോൾ മാടൻ പോത്തിന്റെ ആകൃതിയിൽ പ്രത്യക്ഷമായിരിക്കുന്ന പരബ്രഹ്മത്തെ കണ്ടു. നമ്പൂതിരിപ്പാടിന് എന്നേക്കാൾ ഭക്തി നിന്നേക്കു തന്നെയാണ്, അതിനാൽ ഞാൻ നിന്നെയും വന്ദിക്കുന്നു എന്ന് പറഞ്ഞ് ചാത്തനെ നമസ്കരിച്ചു. ഉടനെ മാടൻ പോത്ത് അവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് താണുപോയി. അടിയന്റെ മാടൻ പോയതല്ലാതെ അടിയൻ വരികയില്ല എന്ന് പറഞ്ഞ് ചാത്തനും അവിടെ ഇരിപ്പായി. എനിക്കിനി എന്താണ് ഗതിയെന്നും നമ്പൂതിരിപ്പാടിനോട് ചോദിച്ചു. അപ്പോൾ ചാത്തൻ പറഞ്ഞു, മേൽപോട്ട് കയറുവാൻ നൂലുണ്ടല്ലോ, അത് പിടിച്ച് കയറിക്കൊള്ളണമെന്ന് പറഞ്ഞു. അതിന്റെ സാരം വേദം കൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചു കൊള്ളണമെന്നാണെന്ന് മനസ്സിലാക്കിയ നമ്പൂതിരിപ്പാട് ചാത്തനെ വിട്ട് വിഷാദത്തോടു കൂടി പോവുകയും ചെയ്തു. ചാത്തൻ പിന്നെയും കുറഞ്ഞൊരു കാലം പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് അവിടെയിരുന്നു. ഒടുക്കം ആണ്ടുതോറും പതിവുള്ള പടയിൽ ചേർന്ന് മരിച്ചു, സായുജ്യം പ്രാപിക്കുകയും ചെയ്തു. ഉളിയന്നൂർ പെരുന്തച്ഛനും അനേകം അത്ഭുത കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വദേശത്ത് തന്നെ ഒരു ക്ഷേത്രത്തിലെ ഉപയോഗത്തിലേക്കാക്കി അവിടുത്തെ ഊരാൺ മക്കൾ പറഞ്ഞിട്ട് ഒരു കുളം പെരുന്തച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കുളം കുഴിച്ച് കല്ല് കെട്ടി തുടങ്ങിയപ്പോൾ ഊരാൻ മക്കരിൽ ചിലർ കുളം നീളത്തിലിരിക്കണമെന്നും ചിലർ ചതുരത്തിൽ വേണമെന്നും മറ്റു ചിലർ വട്ടത്തിൽ വേണമെന്നും മറ്റു തർക്കമായി. അപ്പോൾ പെരുന്തച്ഛൻ, നിങ്ങൾ എല്ലാവരുടെയും വഴക്ക് പിടിക്കേണ്ട, എല്ലാവരുടെയും ഇഷ്ടപ്രകാരം കുളം വട്ടത്തിലും നീളത്തിലും സമചരിതരുമായി ത്രികോണത്തിലുമായിട്ട് ഉണ്ടാക്കിത്തരാം. ഇങ്ങനെ പറഞ്ഞ് ഒരു കുളവും കെട്ടിത്തീർത്തു. ആ കുളത്തിന്റെ ഓരോരോ ഭാഗത്തു നിന്ന് നോക്കിയാൽ പെരുന്തച്ഛൻ പറഞ്ഞതുപോലെയൊക്കെയും തോന്നും. കുളത്തിലിറങ്ങിയാൽ ഇപ്പോഴും ആർക്കും കിഴക്ക് പടിഞ്ഞാറ് അറിയുവാൻ പാടില്ലാതെയാണ് ഇരിക്കുന്നത്. അതിനാൽ ബ്രാഹ്മണൻ ആ കുളത്തിൽ കുളിച്ച് നിത്യകർമ്മം കഴിക്കാറില്ല. പെരുന്തച്ഛന് അതിദിവ്യനായ ഒരു പുത്രനുമുണ്ടായിരുന്നു. ഈ കുളം പെരുന്തച്ഛൻ കുഴിച്ചപ്പോൾ മകൻ പുഴ കടന്ന് ഒരു കുളത്തിലേക്ക് വലിയാൻ പോകുമോ എന്ന് ചോദിച്ചു. അന്ന് കുളം ക്ഷേത്രത്തിനടുത്ത്, പുഴ വളരെ അകന്നുമായതിനാൽ ഇതെന്താടാ ഈ ഭ്രാന്ത് പറയുന്നത്, പുഴ എത്ര ദൂരെ കിടക്കുന്നു എന്ന് പെരുന്തച്ഛൻ പറഞ്ഞു. ആട്ടെ, കാണാമെന്ന് മകനും പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദൂരെ കൂടി ഒഴുകിക്കൊണ്ടിരുന്ന നദി കുത്തിപ്പാഞ്ഞ് അമ്പലത്തിന്റെയും കുളത്തിന്റെയും മധ്യേ ഒഴുകി തുടങ്ങി. അപ്പോൾ അമ്പലത്തിലെ മിക്കരും കുളമക്കരയുമായി തീർന്നു. ആറ് കടന്ന് ആരെയും കുളത്തിലേക്ക് പോകാതെയുമാണ് ഇപ്പോഴും ആ സ്ഥിതിയിൽ തന്നെ ഇരിക്കുന്നു. പിന്നെ പെരുന്തച്ഛൻ ഒരു നദിയിൽ ഒരു പാലം പണിതു. അതിന് കുറെ ദിവ്യത്വമുണ്ട്. പാലത്തിന്റെ ഒരറ്റത്ത് ഒരു പാവയുണ്ട്, മറ്റേ അറ്റത്ത് ആള് കയറുമ്പോൾ പാഴ കീഴ്പോട്ട് താണു തുടങ്ങും. ആൾ പാലത്തിന്റെ മധ്യത്തിലാകുമ്പോൾ പാവ വെള്ളത്തിൽ മുങ്ങും. അങ്ങേയറ്റത്ത് ചെല്ലുമ്പോഴേക്ക് പാവ വായിൽ നിറച്ച് വെള്ളം കൊണ്ടുവന്ന് പൂർവ്വസ്ഥിതിയിൽ മുകളിൽ വന്ന് നിൽക്കും. ആളടുത്ത് ചെല്ലുമ്പോൾ ചെല്ലുന്ന ആളുടെ മുഖത്തേക്ക് അത് തുപ്പും. എങ്ങനെയാണ് അതിന്റെ സൂത്രം? ഇത് പെരുന്തച്ഛന്റെ മകൻ കണ്ടിട്ട് വേറൊരു പാവയുണ്ടാക്കി പാലത്തിന്റെ ഇങ്ങേയറ്റത്ത് വെച്ചു. ആ പാവ പാലത്തിന്മേൽ ആള് കയറുമ്പോൾ മുമ്പേ നടന്നു തുടങ്ങും. ആളുകൾ അങ്ങേയറ്റത്ത് ചെല്ലുന്നതിന് മുമ്പേ അവിടെ എത്തും. മറ്റേ പാവ തുപ്പുന്നതിന് മുമ്പേ അതിന്റെ ചെകിത്തട്ടടിച്ച് ഈ പാവ ഒഴിച്ചു വെച്ചു കൊടുക്കും. അപ്പോൾ ആ തുപ്പുന്ന പാവയുടെ മുഖം തിരിഞ്ഞു പോകുന്നതിനാൽ ആരുടെയും മുഖത്ത് തുപ്പുവാൻ അനുവദിക്കുകയില്ല. പെരുന്തച്ഛൻ ഒരിക്കലും ഒരു വഴി യാത്ര പോകുമ്പോൾ ഒരു ദിക്കിൽ ചില ആശാരിമാർ കൂട്ടുകൂടി ഒരു അമ്പലം പണിയുന്നത് കണ്ടു. അവിടെ ചെന്ന് നോക്കി നിൽക്കൊണ്ടിരുന്നു. ആശാരിമാരും പെരുന്തച്ഛനെ ബഹുമാനിക്കുകയും കണ്ടതായി നടിക്കുക പോലും ചെയ്തില്ല. അവർക്ക് ഊണുകാലമായപ്പോൾ പെരുന്തച്ഛനെ വിളിക്കാതെ പോവുകയും ചെയ്തു.
ഉടനെ ശ്രീകോവിലുള്ള കഴുകോലിന്റെ അറ്റത്തൊക്കെ ഓരോ വര കൂടി വരച്ചും വെച്ച് പെരുന്തച്ഛനും പോയി. ആശാരിമാർ ഊണും കഴിഞ്ഞ് വന്ന് പണി തുടങ്ങി. പെരുന്തച്ഛൻ വരച്ച വര അവിടെ തന്നെ കണക്കാശാരി വരച്ചതെന്ന് വിചാരിച്ച് അവിടെ വെച്ച് മുറിച്ചും കഴുകോലെല്ലാം പണി തീർത്തു കൂട്ടുകയറ്റിയപ്പോൾ കഴുകോലിന് നീളം പോരായിയാൽ കൂട്ടം പിടിക്കുന്നില്ല. കണക്കും പണിക്കാരും കൂട്ടം പഠിച്ച വിദ്യയും എല്ലാം എടുത്ത് കൂട്ടം പിടിച്ചില്ല. ഈ അബദ്ധം എങ്ങനെ വന്നു എന്നറിയാതെ എല്ലാവരും വളരെ വ്യസനിച്ചു. ഒടുക്കം കഴുകോലുകൾ മാറ്റണമെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. ആ നിലയിൽ വെച്ച് തന്നെ വേറെ പണികൾ തുടങ്ങി. പെരുന്തച്ഛൻ പോയി ആരും അറിയാതെ കുറെ കടുംതുടികൾ ഉണ്ടാക്കി അവിടുന്ന് പുറപ്പെട്ടു. യാത്ര പോയപ്പോൾ എങ്ങോട്ടോ യാത്ര എന്ന് മകൻ ചോദിച്ചു. ഒന്നും മിണ്ടാതെ പെരുന്തച്ഛൻ പോയി. സ്ഥലത്ത് വന്നു. പിന്നാലെ മകനും പുറപ്പെട്ടു. ഒരു ദിവസം ഉച്ചയായപ്പോൾ ഈ അമ്പലം പണിയുന്ന സ്ഥലത്ത് വന്നു. അപ്പോൾ ആശാരിമാരെല്ലാം ഉണ്ണാൻ പോയിരിക്കുന്നു. അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ പെരുന്തച്ഛൻ ശ്രീകോവിലിന് മുകളിൽ കയറി ആ കടുംതുടികളെല്ലാം വെച്ചിണക്കി ഒരടി കൊടുത്തു. പെട്ടെന്ന് കൂടം പിടിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മകനും അവിടെ എത്തി. ഉടനെ പെരുന്തച്ഛൻ കണ്ടോടാ മകനെ കൂടം പിടിച്ചത് എന്ന് ചോദിച്ചു. ഓഹോ, കാണുകയും ചെയ്തു, പഠിക്കുകയും ചെയ്തു എന്ന് മകൻ ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പലവിധത്തിലും മകൻ അസാമാന്യനാണെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ആദ്യപുത്രനാണെങ്കിലും പെരുന്തച്ഛന് അവനെക്കുറിച്ച് സഹിക്കവയ്യാതെയുള്ള അസൂയയും പൈവരവും ഉണ്ടായിരുന്നു. ഇവൻ ജീവിച്ചിരുന്നാൽ തൻ്റെ യശസ്സിന് ഹാനി ഭവിക്കുമെന്ന്, അതിനാൽ ഏതുവിധവും ഇവന്റെ കഥ കഴിക്കണമെന്നും പെരുന്തച്ഛൻ തീർച്ചയായും മനസ്സിലുറച്ചു. കൂടം പിടിച്ച ശബ്ദം കേട്ട് ആ ആശാരിമാരെല്ലാം ഓടി വന്ന് നോക്കിയപ്പോൾ കൂടം പിടിച്ചിരിക്കുന്നതായി കണ്ടു. അപ്പോൾ ഇതെല്ലാം പെരുന്തച്ഛന്റെ കൗശലങ്ങളാണെന്ന് മനസ്സിലാവുകയാൽ ആശാരിമാരെല്ലാം പെരുന്തച്ഛനെയും മകനെയും വന്ദിച്ച് ബഹുമാനിച്ചു. അന്നു മുതൽ പെരുന്തച്ഛനെയും മകനെയും കൂടി പണിക്ക് പ്രധാനന്മാരായി ചേർക്കുകയും അവർക്ക് കൂടി പണി തുടങ്ങുകയും ചെയ്തു. അക്കാലം മുതൽ ആശാരിമാർ പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മറ്റാശാരിമാർ വന്നാൽ അവർക്കും കൂടി ചോറ് കൊടുക്കാതെ ഇവർ ഉണ്ണുകയില്ലെന്ന് തീർപ്പ് വരുത്തി. പിന്നെ അവിടെ പണിതുകൊണ്ടിരിക്കുന്ന കാലത്ത് പെരുന്തച്ഛൻ അമ്പലത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് താഴെ കുനിഞ്ഞിരുന്ന് പണിയുന്ന മകന്റെ കഴുത്തിലേക്ക് ഒരു വലിയ ഉളി കൈമോശം വന്നുപോയി എന്ന ഭാവത്തിലിട്ടു. ഉളി വന്നു വീണ് കഴുത്ത് രണ്ടായി മുറിഞ്ഞ് മകൻ മരിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് തിരുവല്ലയിൽ വെച്ചാണെന്നാണ് കേട്ടിരിക്കുന്നത്. പെരുന്തച്ഛൻ സ്വദേശത്തുള്ള നമ്പൂരിമാരുടെ ആവശ്യപ്രകാരം അവിടെയും ഒരു അമ്പലം പണിതിട്ടുണ്ട്. അവിടെ സോപാനത്തിങ്കിൽ നിന്ന് ശ്രീകോവിലത്തിലേക്ക് കയറുമ്പോൾ ഇടയ്ക്കിടെ തലമുട്ടുമെന്ന് തോന്നും. സാധാരണയായി കയറുകയും ഇറങ്ങുകയും ചെയ്താൽ തലമുട്ടുകയുമില്ല. തലമുട്ടിയേക്കുമെന്ന് സംശയിച്ച് നിൽക്കുകയോ കുനിയുകയോ ചെയ്താൽ തലമുട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു വിദ്യയുണ്ട്. അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബവും പെരുന്തച്ഛൻ ഉണ്ടാക്കിയതാണ്. നമ്പൂരിമാരെല്ലാവരും കൂടി ഒരു ബിംബമുണ്ടാക്കി കൊടുക്കണമെന്ന് പെരുന്തച്ഛനോട് പറഞ്ഞു. അങ്ങനെ വന്നതാവാമെന്നും പെരുന്തച്ഛൻ സമ്മതിച്ചു. ഏതു മൂർത്തിയുടെ വിഗ്രഹമാണ് വേണ്ടതെന്ന് നമ്പൂരിമാർ പറഞ്ഞതുമില്ല, പെരുന്തച്ഛൻ ചോദിച്ചതുമില്ല. തമ്മിൽ പിരിഞ്ഞ് കഴിഞ്ഞു പോയപ്പോൾ പെരുന്തച്ഛൻ അതിനെക്കുറിച്ച് വിചാരിച്ചു. എല്ലാവരും അത്താരം കഴിഞ്ഞു കിടക്കുന്ന സമയം അവരവരുടെ ഇഷ്ടദേവതമാരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമല്ലോ. അതിനാൽ നമ്പൂരിമാർ കിടക്കുന്ന സമയം എന്തു പറയുന്നു എന്നറിയണം. അതറിഞ്ഞാൽ അവരുടെ ഇഷ്ടദേവതയുടെ വിഗ്രഹം ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്നിങ്ങനെ വിചാരിച്ച് പെരുന്തച്ഛൻ പല ദിവസമായി നമ്പൂരിമാർ കിടക്കുന്ന സമയത്ത് അവിടെയൊക്കെ പോയി ഒളിച്ചു നിന്നു. അവരെല്ലാം കിടക്കുന്ന സമയത്ത് അവിടെ കിട എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടക്കുക, അല്ലാതെ ഈശ്വരനാമം ഒന്നും പറയുന്നില്ല. ഒടുക്കം പെരുന്തച്ഛൻ എന്നാൽ അവിടെ കിട എന്നും പറഞ്ഞ് ഒരു ബിംബം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഒരു ബിംബം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. മൂർത്തി എന്താണെന്ന് ആർക്കും നിശ്ചയവുമില്ല. പെരുന്തച്ഛൻ ഒരു ദിവസം രാവിലെ അഗ്നിഹോത്രിയെ കാണുവാനായി അദ്ദേഹത്തിന്റെ ഇല്ലത്ത് ചെന്നിരുന്നു. പെരുന്തച്ഛനും മറ്റും അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് ചെന്നാൽ ശ്രാദ്ധം മൂട്ടേണ്ട ദിവസങ്ങളല്ലാതെ അകത്ത് കിടക്കാറില്ല. മറ്റുള്ള ദിവസങ്ങളിൽ അവിടെ ചെന്നാൽ യഥാക്രമം പുറത്തു നിൽക്കുകയേ പതിവുള്ളൂ. അതിനാൽ പെരുന്തച്ഛൻ അന്ന് ചെന്നിട്ട് പടിക്ക് പുറത്താണ് നിന്നത്. അവിടെ നിന്നുകൊണ്ട് അഗ്നിഹോത്രി അപ്പോൾ എന്തു ചെയ്യുകയാണെന്ന് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം സഹസ്രാവധി കഴിക്കുകയാണെന്നും ഭൃത്യന്മാർ പറഞ്ഞു. ഉടനെ പെരുന്തച്ഛൻ അവിടെ ഇരുന്ന നിലത്ത് ചെറുതായിട്ട് ഒരു കുഴി കുഴിച്ചു. പെരുന്തച്ഛൻ പിന്നെ അന്വേഷിച്ചപ്പോൾ അഗ്നിഹോത്രി ആദിത്യ നമസ്കാരത്തിലായിരുന്നു. അപ്പോഴും പെരുന്തച്ഛൻ ഒരു കുഴി കുഴിച്ചു. പിന്നെ അന്വേഷിച്ചപ്പോൾ അഗ്നിഹോത്രി ഗണപതി ഹോമമായിരുന്നു. പെരുന്തച്ഛൻ അപ്പോഴും ഒരു കുഴി കുഴിച്ചു. ഇങ്ങനെ പെരുന്തച്ഛൻ അന്വേഷിച്ചപ്പോഴൊക്കെ അഗ്നിഹോത്രി വിഷ്ണുപൂജ, ശിവപൂജ, സാളഗ്രാമ പുഷ്പാഞ്ജലി, വൈശ്യം മുതലായ ഓരോന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം പെരുന്തച്ഛൻ ഓരോ കുഴി കുഴിക്കുകയും ചെയ്തു. നേരം ഉച്ചയായപ്പോഴേക്കും അഗ്നിഹോത്രി പുറത്തു വന്നു. അപ്പോൾ പെരുന്തച്ഛൻ തേവാരമെല്ലാം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അഗ്നിഹോത്രി ഓ, ഏകദേശം എല്ലാം കഴിഞ്ഞു. പെരുന്തച്ഛൻ വന്നിട്ട് വളരെ നേരമായോ? അല്ലേ, ഇരുന്ന് മുഷിഞ്ഞിരിക്കും. പെരുന്തച്ഛൻ ഒട്ടും മുഷിഞ്ഞില്ല. എനിക്കും ഇവിടെ മിനക്കേടൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഞാൻ അനേകം കുഴികൾ കുഴിച്ചു, പക്ഷേ ഒന്നിലും വെള്ളം കണ്ടില്ല. ഇത്രയും നേരം കൊണ്ട് അനേകം കുഴികൾ കുഴിക്കാതെ ഒരു കുഴി കുഴിച്ചായിരുന്നുവെങ്കിൽ ഇപ്പോൾ വെള്ളം കാണാമായിരുന്നു. ഇത് കേട്ടപ്പോൾ പെരുന്തച്ഛൻ തന്നെ ആക്ഷേപിക്കുകയാണെന്ന് ചെയ്തതെന്നും പെരുന്തച്ഛൻ പറഞ്ഞതിന്റെ സാരം
അനേക ഈശ്വരന്മാരെ കുറേശ്ശെ സേവിക്കുന്നത് വെറുതെയാണെന്നും ഒരു ഈശ്വരനെ സേവിച്ചാൽ മതിയെന്നും അത് നല്ലതുപോലെ ആയാൽ ഫലസിദ്ധി ഉണ്ടാകുമെന്നും ഇത് തന്റെ തേവാരത്തെ സംബന്ധിച്ച് പറഞ്ഞതാണെന്നും അഗ്നിഹോത്രയ്ക്ക് മനസ്സിലാക്കിയാൽ അദ്ദേഹം പറഞ്ഞു, പല കുഴികളായാലും അവ പതിവായി കുറച്ചേ കുഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാത്തിലും വെള്ളം കാണുമെന്നാണ് തോന്നിയത്. എന്നാൽ അവയുടെ അടിയിലുള്ള ഉറവുകൾ പരസ്പര ബന്ധമുണ്ടായിരിക്കുന്നതുകൊണ്ട് എല്ലാത്തിന്റെയും ചുവട് ഒന്നു തന്നെയാണെന്ന് വിചാരിക്കുന്നതാണ് എന്ന് മറുപടി പറഞ്ഞു. പെരുന്തച്ചൻ പറഞ്ഞു, ചുവടല്ലാത്തൊന്നും ഒന്നാണെങ്കിൽ ഓർമ്മ വിട്ടു പോകാതിരുന്നാൽ മതി. പിന്നെ എത്ര വേണമെങ്കിലും കുഴിക്കാം, എല്ലാത്തിലും വെള്ളവും കാണും. ഇങ്ങനെ ഒടുക്കം പെരുന്തച്ചൻ അഗ്നിഹോത്രയുടെ യുക്തി ശരിയാണെന്ന് സമ്മതിക്കുകയും പിന്നെ വന്ന കാര്യം പറഞ്ഞു പോവുകയും ചെയ്തു. ഇനി പ്രസിദ്ധനായ പാക്കനാരുടെ ചില കഥകൾ കൂടി പറയാതെ ഉപന്യാസം സമാപിക്കുന്നത് ശരിയല്ലെന്ന് തോന്നുകയാൽ അതിൽ ചിലത് പറയാം. പറയനായ പാക്കനാരുടെ ഉപജീവനവും മറ്റും അതിപ്രസിദ്ധമാണ്. കുലാചാര പ്രകാരമുള്ള പ്രവൃത്തി കൊണ്ട് ഉപജീവിക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന് കാണിക്കാനായിട്ടും അങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ ചാത്തമൂട്ടിനായി അഗ്നിഹോത്രയുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ 10 പേരും ഓരോ വിശിഷ്ട പദാർത്ഥങ്ങൾ കൊണ്ടു ചെല്ലുക പതിവുണ്ട്. പാക്കനാർ മാംസമാണ് കൊണ്ടു ചെല്ലുക പതിവ്. അത് അഗ്നിഹോത്രയുടെ അന്തർജനത്തിനും ചാത്തമാർക്കും വളരെ വ്യസനമാണ്. എങ്കിലും പാക്കനാരുടെ ദിവ്യത്വം വിചാരിച്ച് ആരുമൊന്നും പറയുകയില്ല. കൊണ്ടു ചെല്ലുന്നതെല്ലാം അന്തർജനം പാകം ചെയ്യുകയും ചാത്തക്കാർ ഭക്ഷിക്കുകയുമാണ് പതിവ്. ഒരിക്കൽ പാക്കനാർ ചെന്നപ്പോൾ ഒരു പശുവിന്റെ മുല ചെത്തിയെടുത്ത് ഒരിലയിൽ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവന്നു. വേലിക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ വെപ്പ് തുടങ്ങിയപ്പോൾ അന്തർജനം ഈ പൊതിയഴിച്ചു നോക്കി. പശുവിന്റെ മുലയാണെന്നറിഞ്ഞപ്പോൾ എന്തായാലും ഇത് പാകം ചെയ്യുവാൻ കഴിയില്ലെന്ന് നിശ്ചയിച്ച് അത് അങ്ങനെ തന്നെ പൊതിഞ്ഞു കെട്ടി നടുമുറ്റത്തേക്ക് കൊണ്ടുപോയി കുഴിച്ചിട്ടു. ചാത്തക്കാരനെ ഇരുത്തി വിലയിലും തുടങ്ങി. ചാത്തക്കാരൻ ഓരോ സാധനങ്ങളും വിളമ്പി തുടങ്ങിയപ്പോൾ പാക്കനാർ കൊണ്ടുവന്ന സാവാനം കൊണ്ടുള്ള കറിയൊന്നും കാണായിയാൽ താൻ കൊണ്ടുവന്നത് എവിടെയെന്ന് പാക്കനാർ ചോദിച്ചു. അന്തർജനം ഒന്നും പറയാതെ നിന്നതിൽ സത്യം പറയുവാനായി അഗ്നിഹോത്രിയർ നിർബന്ധിക്കുകയും അന്തർജനം പരമാർത്ഥമൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ പാക്കനാർ എന്നാൽ അത് കിളിർത്തോ എന്ന് നോക്കും. അന്തർജനം ഞെത്തം നോക്കിയപ്പോൾ അത് കിളിർത്ത് അവിടെയൊക്കെ പടർന്ന് നിറച്ച് കായുമായി കിടക്കുന്നത് കണ്ടു. വിവരം പറഞ്ഞപ്പോൾ അതിൻ്റെക്കായി പറഞ്ഞ് ഒരു പേരെങ്കിലും ഉണ്ടാക്കിയെടുത്തു. പാക്കനാർ പറഞ്ഞു, ചാത്തക്കാരൻ്റെ ഊണ് കഴിക്കുന്നതിന് മുമ്പേ അതിൻ്റെ കായകൾ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നതിൽ വിളമ്പി. അങ്ങനെ ഉണ്ടാക്കിയതാണ് കോവൽ. കോവൽക്കായ് ഇപ്പോഴും വെലിക്ക് പ്രധാനമാണല്ലോ. കോവലും കോഴിയുമുള്ള സ്ഥാനത്ത് വെലിയിടണമെന്നില്ല എന്നൊരു വാക്കും പ്രസിദ്ധമാണ്. കോവലുള്ള ദിക്കിൽ വെലിയിട്ടില്ലെങ്കിലും പിതൃക്കൾ പ്രസാദിച്ചു കൊള്ളുമെന്നുള്ള കോഴിയുള്ള ദിക്കിൽ ശുദ്ധമായിട്ട് വെലിയിടാൻ പ്രയാസമാകിയാൽ വേലിയിട്ടായതും കൊണ്ട് വിശേഷിക്കുന്നതിലൊന്നും സാരമുണ്ട്. ഇതിൽ നിന്ന് പാക്കനാരുടെയും കോവലിന്റെയും മാഹാത്മ്യം എത്രയുണ്ടെന്ന് സ്പഷ്ടമാകുന്നുണ്ടല്ലോ. ഒരു ദിവസം പാക്കനാരും ഭാര്യയും കൂടി കാട്ടിൽ വിറക് കൊണ്ട് ശേഖരിച്ചു നിൽക്കുമ്പോൾ അതിനടുത്തുള്ള വഴിയിലൂടെ ഒരു നമ്പൂരി വന്നു. അദ്ദേഹം ഇവരെ കണ്ട് വഴിമാറുവാൻ പറഞ്ഞു. അപ്പോൾ പറക്കള്ളി നമ്പൂരി കേൾക്കാതെ പതുക്കെ പറഞ്ഞു, മക്കളെ ഭാര്യയാക്കി വെച്ചുകൊണ്ട് പോരുന്ന ഇയാൾക്ക് എന്തിനാണ് വഴിമാറി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പാക്കനാർ, ചീ, അങ്ങനെ പറയരുത്, ഒരട്ട ശേഷിച്ചിട്ടുണ്ടായിരുന്നു, അത് നിനക്കായി എന്ന് പറഞ്ഞു. രണ്ടുപേരും വഴിമാറി കൊടുക്കുകയും നമ്പൂരി കടന്നു പോവുകയും ചെയ്തതിന്റെ ശേഷം പറക്കള്ളി, ഒരട്ടയുണ്ടെന്ന് പറഞ്ഞതിന്റെ സാരം എന്താണ്, അതെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഉടനെ പാക്കനാർ അത് പറയാം, കേട്ടോളൂ എന്ന് പറഞ്ഞ് താഴെ വരുന്ന പ്രകാരം പറഞ്ഞു. ഈ നമ്പൂരിയുടെ അന്തർജനം ഒരു ദിവസം അത്താഴത്തിന് അരി വെച്ചതിൽ ഒരട്ട വീണു. ഉടനെ ആ വിവരം അന്തർജനം നമ്പൂരിയോട് പറഞ്ഞു. ഇദ്ദേഹം ആ ചോറ് ഭൃത്യന്മാർക്ക് കൊടുക്കുകയും ഷട്ടം കെട്ടി. അന്തർജനം ഇപ്രകാരം ചെയ്യുകയും ചെയ്തു. ആ അട്ട വീണ ചോറ് ഭൃത്യന്മാർക്ക് കൊടുപ്പിച്ചതിനുള്ള ഫലഭാഗത്തെ ഇദ്ദേഹത്തെ അനുഭവിപ്പിക്കുവാനായി പരലോകത്തിൽ ഒരു കുന്നട്ടയെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം മരിച്ച് അവിടെ ചെല്ലുമ്പോൾ ആ അട്ടയെ മുഴുവനും ഇദ്ദേഹത്തിന് തീറ്റണമെന്നാണ് യമധർമ്മ രാജാവ് നിശ്ചയിച്ചിരുന്നത്. ആ വിവരം ചിത്രഗുപ്തന് മനസ്സിലായി. ഈ നമ്പൂരി ദിവസം തോറും അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയം ചിത്രഗുപ്തം നവാ എന്ന് പറഞ്ഞിരുന്നു. അതിനാൽ ചിത്രഗുപ്തൻ, ഈ നമ്പൂരി ദിവസം തോറും എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ കിടക്കുന്നത്, അദ്ദേഹത്തിന് ഞാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കേണ്ടതിരുന്നതിനാൽ കഷ്ടമാണ് എന്ന് ഓർത്തു. അദ്ദേഹം മരിച്ചവിടെ വരുമ്പോൾ ഈ അട്ടകളെയൊക്കെ തിന്നേണ്ടതാണ്ടാവും. അതിനാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ഈ വിവരം ധരിപ്പിക്കുകയും ഇതിനൊരു പ്രതിവിധി പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു. ഉടനെ ചിത്രഗുപ്തനും പ്രത്യക്ഷമായി നമ്പൂരിയുടെ അടുക്കൽ ചെന്നു. ചിത്രഗുപ്തനെ കണ്ടപ്പോൾ ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് തോന്നുകയാൽ നമ്പൂരി എണീറ്റു വന്നിച്ച്, അല്ലയോ സ്വാമി, അവിടുന്ന് ആരാണെന്നും ഇവിടെ വന്നിട്ടുണ്ടെന്ന് എന്തിനാണെന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞു. ചിത്രഗുപ്തൻ പറഞ്ഞു, ഞാൻ ചിത്രഗുപ്തനാണ്. അങ്ങ് പ്രതിദിനം കിടക്കുന്ന സമയം എന്നെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അങ്ങയ്ക്ക് വലിയൊരു ആപത്ത് വന്നിരിക്കുന്നു, അതറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നമ്പൂരി ചോദിച്ചു, അയ്യോ, എന്താണാവോ അത്? ചിത്രഗുപ്തൻ പറഞ്ഞു, അങ്ങൊരു ദിവസം അട്ട വീണ ചോറ ഭൃത്യന്മാർക്ക് കൊടുത്തില്ലേ?
അതിനാൽ അങ്ങ് മരിച്ച് പരലോകത്ത് വരുമ്പോൾ തീറ്റാനായിട്ട് അവിടെ ഒരു കുന്നട്ടയെ കൂട്ടിയിട്ടുണ്ട്. തക്കതായ പ്രതിവിധി എന്തെങ്കിലും ചെയ്യാത്ത പക്ഷം ആ അട്ടയെല്ലാം അങ്ങ് തിന്നു തീർക്കേണ്ടതായി വരും. അവരവർ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അവരവർ അനുഭവിക്കാതെ നിവൃത്തിയില്ല. ഈ സംഗതിയിൽ ഞാൻ വിചാരിച്ചാലും അപ്പോൾ ഒരു സഹായവും ചെയ്യുവാൻ കഴിയുന്നതല്ല. അതിനാലാണ് മുൻകൂട്ടി അറിയിച്ചത്. നമ്പൂരി പറഞ്ഞു, അയ്യോ സ്വാമി, ഞാൻ എന്തു വേണ്ടു? എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്തു പോയി. ഇനി അതിനെന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത്? അതും അവിടുന്ന് തന്നെ പറഞ്ഞു തരണം. അല്ലാതെ എനിക്കിനി ഒന്നും ചെയ്തുകൂടാ. ചിത്രഗുപ്തൻ പറഞ്ഞു, ആട്ടെ, ഞാനൊരു കാര്യം പറയാം. അപ്രകാരം ചെയ്താൽ മതി. അങ്ങയുടെ പുത്രി യൗവനയുക്തമായൊരു കന്യക എവിടെയുണ്ടല്ലോ. ഇനി കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ടേ ആ കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കാനാവൂ. നാളെ മുതൽ അങ്ങയുടെ ശുശ്രൂഷകളെല്ലാം ആ കന്യകയെ കൊണ്ട് ചെയ്യിക്കണം. ഈ സംഗതിയൊന്നും ആരോടും പറയുകയും വരുത് എന്നിങ്ങനെ പറഞ്ഞ ഉടനെ ചിത്രഗുപ്തൻ മറയുകയും ചെയ്തു. ഈ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം മുതൽ പല്ല് തേക്കുവാനുള്ളത് ഉണ്ടാക്കി കൊടുക്കുക, മുറുക്കുവാൻ ഉണ്ടാക്കി കൊടുക്കുക, ചോറ് വിളമ്പി കൊടുക്കുക, കിടക്കാൻ വിരിച്ചു കൊടുക്കുക മുതലായ സകല പ്രവൃത്തികളും നമ്പൂരി തൻ്റെ പുത്രിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു തുടങ്ങി. ഈ വക പ്രവൃത്തികൾ മറ്റാരും ചെയ്യുവാൻ നമ്പൂതി സമ്മതിക്കുകയില്ല. പുത്രിയെക്കുറിച്ചും പലവധിയധികം സ്നേഹവും ഭാവിച്ചു തുടങ്ങി. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങൾക്ക് കുറേശ്ശെ ദുഷ്യന്ത തുടങ്ങി. ആളുകൾ അങ്ങുമിങ്ങും കുറേശ്ശെ കുശുത്തും തുടങ്ങി. എന്തിനു വളരെ പറയുന്നു, കുറഞ്ഞൊരു ദിവസം കൊണ്ട് നീ പറഞ്ഞതുപോലെ പരക്കെ പറഞ്ഞുവാൻ എല്ലാവരും തുടങ്ങി. തൻ്റെ പുത്രിയെക്കുറിച്ച് ക്രമവിരോധമായ യാതൊരു വിചാരവും ആദരവും നമ്പൂതിരിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. വെറുതെ ഈ ശുദ്ധ ബ്രാഹ്മണനെ കുറിച്ച് ദോഷാരോപണം ചെയ്യുന്നവർക്കായി പരലോകത്തിൽ കൂട്ടിയിരുന്ന അട്ടകളെ അവിടെ വീതിച്ചു തുടങ്ങി. അങ്ങനെ ഓരോരുത്തർക്ക് വീതിച്ചു വരുന്ന ഒരട്ടയെ അവിടെ ശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ നിനക്കുമായി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പാക്കനാർ പറഞ്ഞത് കേട്ടപ്പോൾ പറക്കള്ളിക്ക് പരമാർത്ഥം മനസ്സിലായി. വെറുതെ നമ്പൂതിരിയെ നുദിശിച്ച താപം കൊണ്ട് നോക്കിയതിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു. പിന്നെ ഒരു ദിവസം പാക്കനാർ തൻ്റെ മാടത്തിലിരിക്കുമ്പോൾ അതിനടുത്തുള്ള വഴിയിലൂടെ ചില ബ്രാഹ്മണർ പോകുന്നത് കണ്ടു. പാക്കനാർ എണീറ്റ് ചെന്ന് വന്നിച്ച് തമ്പുരാക്കന്മാർ എങ്ങോട്ടാണ് എഴുന്നള്ളുന്നതെന്ന് ചോദിച്ചു. ബ്രാഹ്മണർ ഞങ്ങൾ കാശിയിൽ ഗംഗാസ്നാനത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞു. പാക്കനാർ ചോദിച്ചു, എന്നാൽ അടിയനൊരു വടി കൂടി തന്നയക്കാം. അതുകൂടി ആ ഗംഗാനദിയിൽ നിന്നും മുക്കിക്കൊണ്ടുവന്ന് തരാമെങ്കിൽ വലിയ ഉപകാരമായിരിക്കുന്നുവെന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ, ഓഹോ, അതിനെന്ത് വിരോധം, എന്നാൽ ഇതെന്തിനായിട്ടാണെന്ന് കൂടി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പാക്കനാർ പറഞ്ഞു, അതൊക്കെ തിരികെ എഴുന്നള്ളുമ്പോൾ അറിയിക്കും. ഓഹോ, എന്നാൽ അത് മതിയെന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ പാക്കനാരോടൊരു വരയും വാങ്ങിക്കൊണ്ടുപോയി. അവർ കാശിയിലെത്തി ഗംഗയിൽ സ്നാനത്തിന് ചെയ്യുന്ന സമയം പറഞ്ഞിരിക്കുന്നത് പോലെ ആ വടി ഗംഗയിൽ മുങ്ങി. അപ്പോൾ വെള്ളത്തിനടിയിൽ നിന്നുകൊണ്ട് ഒരാൾ പിടിച്ചു വലിച്ചത്തെ പോലെ വടി വെള്ളത്തിനടിയിലേക്ക് കടന്നുപോയി. അപ്പോൾ ബ്രാഹ്മണർക്ക് വളരെ വിഷാദമായി. കഷ്ടം, പാക്കനാരുടെ വഴി പോയല്ലോ. ഇനി തിരിച്ചു ചെല്ലുമ്പോൾ അവരോട് എന്തു പറയും? ഉണ്ടായ പരമാർത്ഥം പറയാം, അതല്ലാതെ നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്നാനം കഴിച്ചു കയറി. പിന്നെ വിശ്വനാഥ ദർശനം മുതലായവയെല്ലാം കഴിച്ചു. അവർ പിന്നെയും പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുകയും പല ദേവാലയങ്ങൾ സന്ദർശിക്കുകയും അവിടെ മറ്റും ചെയ്ത് തിരിച്ചു വന്നു. അടിയന്റെ വടി എവിടെയെന്ന് പാക്കനാർ ചോദിച്ചു. ബ്രാഹ്മണർ പറഞ്ഞു, വടി പോയിപ്പോയല്ലോ പാക്കനാരെ. പാക്കനാർക്ക് മുഷിച്ചാൽ തോന്നരുത്, ഞങ്ങൾക്ക് കൈമോശം വന്നു പോയതാണ്. പാക്കനാർ പറഞ്ഞു, ആട്ടെ, എവിടെയാണ് പോയത്? ബ്രാഹ്മണർ പറഞ്ഞു, ഞങ്ങൾ കാശിയിലോളം ഭദ്രമായി സൂക്ഷിച്ചു കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്ന് ഗംഗയിൽ മുക്കിയപ്പോൾ വെള്ളത്തിൽ താണു പോവുകയാണ് ചെയ്തത്. ഉടനെ പാക്കനാർ ഗംഗയിലാണോ പോയത്, എന്നാൽ നിവൃത്തിയുണ്ട് എന്ന് പറഞ്ഞ് പാക്കനാറിന് പിടിക്കലുള്ള കുളത്തിന്റെ വക്കത്ത് ചെന്ന് എൻ്റെ വടി ഇങ്ങോട്ട് കാണട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആ കുളത്തിലെ വെള്ളത്തിൽ നിന്ന് വടി പൊങ്ങി വരികയും പാക്കനാറിന്റെ അടുക്ക് എത്തുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ലോകത്തിൽ വെള്ളമായി കാണുന്നതെല്ലാം ഗംഗയാണെന്നും ഭക്തിയുള്ളവർക്ക് ഗംഗാസ്നാനത്തിന് കാശിയിൽ പോകണമെന്നില്ലെന്നും തങ്ങളെ ബോധപ്പെടുത്തിയതാണെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ പാക്കനാറുടെ മനഃശുദ്ധിയെയും ഭക്തിയെയും വിശ്വാസങ്ങളെയും ദിവ്യത്വത്തെയും കുറിച്ചുള്ള ശ്ലാഘിക്കുകയും വിസ്മരിക്കുകയും ചെയ്ത് അവരെ ആരാധിക്കുകയും തുടങ്ങി. ബ്രാഹ്മണ കുലോസോഗ്രനായ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് തമ്പ്രാക്കൾ എന്നുള്ള പേര് ശ്രദ്ധിച്ചത് ഈ പാക്കനാറിൽ നിന്നാണെന്ന് കേട്ടിട്ടുണ്ട്. തമ്പ്രാക്കൾ എവിടെയോ ഒരു രാജാവിന്റെ ഹിരണ്യഗർഭം കഴിഞ്ഞ് കിട്ടിയ സ്വർണം കൊണ്ടുള്ള ഒരു പശുവിനെ ഭൃത്യന്മാരെ കൊണ്ട് കെട്ടടിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ പാക്കനാർ കണ്ടു. ഉടനെ വഴിയിൽ വെച്ച് തണുത്തു വീണ് ചത്ത പശുവിന്റെ അവകാശം അടിയനാണ്, അതിനാൽ ഇതിനെ തനിക്കില്ല എന്ന് പറഞ്ഞു. തമ്പ്രാക്കൾ ചത്തതല്ല, അത് ജീവനുള്ളതാണ് എന്ന് പറഞ്ഞു. പാക്കനാർ പറഞ്ഞു, എന്നാൽ കെട്ടിയെടുക്കണമെന്നല്ലോ, ജീവനുള്ളതാണെങ്കിൽ നടത്തിക്കൊണ്ടു പോകണം. ഉടനെ തമ്പ്രാക്കൾ പശുവിനെ അവിടെ നിർത്തുവാൻ പറഞ്ഞു. ഭൃത്യന്മാർ താഴെ നിർത്തി. തണ്ടും കയറും അഴിച്ചിട്ടും മാറി നിന്നു. തമ്പ്രാക്കൾ കുറച്ച് പുല്ല് നിറച്ചു കൂട്ടി പശുവിനെ വിളിച്ചുകൊണ്ട് മുമ്പേ നടന്നു. അദ്ദേഹത്തിന്റെ താപശക്തി കൊണ്ട് ആ പശു അജയദാന വസ്തുവായ സ്വർണമാണെങ്കിലും പിന്നാലെ നടന്നു ചെന്നു. അത് കണ്ടപ്പോൾ പാക്കനാർ ദൂരെ മാറി നിന്ന് തൊഴുതുകൊണ്ട് എല്ലാ തമ്പ്രാക്കളും തമ്പ്രാക്കൾ, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും തമ്പ്രാക്കൾ എന്ന് പറഞ്ഞു. അന്നു മുതൽക്കാണ് തമ്പ്രാക്കൾ എന്ന പേര് നടപ്പായത്.
ഇപ്പോഴും എല്ലാവരും എങ്ങനെയാണെന്നല്ലോ പറഞ്ഞു വരുന്നത്. തമ്പുരാക്കൾ എന്ന് പേരുള്ളത് പറയുവാൻ പറഞ്ഞപ്പോൾ തമ്പ്രാക്കൾ എന്നതായിരിക്കാം. പാക്കനാർ പറഞ്ഞ ആ വാക്കിനെ എല്ലാവരും സ്വീകരിക്കുകയും എന്നത് കാലാപര്യന്തരം അങ്ങനെ തന്നെ പറഞ്ഞു വരികയും ചെയ്തതുകൊണ്ട് പാക്കനാർ സാമാന്യനെന്നും തെളിവാകുന്നു. ഇങ്ങനെ ഈ മഹാമാരുടെ കഥകൾ അവസാനമില്ലാതെയുണ്ട്. മേൽപ്പറഞ്ഞ അഗ്നിഹോത്രി, നാറാണത്ത് ഭ്രാന്തൻ, അകവൂർ ചാത്തൻ, പെരുന്തച്ചൻ, പാക്കനാർ എന്നിവരെ പോലെ തന്നെ ശേഷമുള്ള വടുതല നായർ, കാരക്കലമ്മ, ഉപ്പുകൂറ്റാൻ, തിരുവങ്കരയത്ത് പാണനാർ, വള്ളൂൺ, രചകൻ എന്നിവരും ദിവ്യന്മാരാകിയാൽ പല അത്ഭുത കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിലും ഒടുവിൽ പറഞ്ഞ 6 പേരുടെയും കഥകൾ അത്ര പ്രസിദ്ധമായി ഒന്നും കേട്ടിട്ടില്ല. അഗ്നിഹോത്രി, രചകൻ, പെരുന്തച്ചൻ, വള്ളോൻ, പാണനാർ, പാക്കനാർ ഇവ ഇന്നത്തെ ജാതിക്കാരനാണെന്ന് ഇവരുടെ പേരുകൾ കൊണ്ടും ചരിത്രങ്ങൾ കൊണ്ടും സ്പഷ്ടമാകുന്നു. എന്നാൽ ശേഷമുള്ളവർ ഏത് ജാതിക്കാരാണെന്ന് അറിയുന്നത് തക്കതായ ലക്ഷ്യമൊന്നും കാണുന്നില്ല. കാരക്കലമ്മ ക്ഷത്രിയ സ്ത്രീയും, നാറാണത്തു ഭ്രാന്തൻ ഇളതേതും, അകവൂർ ചാത്തൻ വൈശ്യനും, വഴുതല നായർ ശൂദ്രനും, ഉപ്പുകൂറ്റാൻ മാപിളയുമാണെന്ന് ചിലർ പറയുന്നു. ഇതൊരടിസ്ഥാനമില്ലാത്ത വാക്കായതിനാൽ വിശ്വസിക്കണമെന്ന് തോന്നുന്നില്ല. ഇപ്രകാരം തന്നെ വരരുചിയുടെ ചരിത്രത്തിലും ചില സംശയങ്ങളുണ്ട്. മലയാളത്തിൽ നടപ്പുള്ള വാക്യം പൽപ്പേര് മുതലായവരുടെ കർത്താവ് വരരുചിയല്ലെന്നും ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സൂത്രവാർത്തകങ്ങൾക്ക് വാക്യങ്ങളെന്ന് പറയുന്നതിനുള്ള തന്നെ ഇങ്ങരുടെ സാരം നടപ്പാക്കുവാനായെന്നും ചില വിദ്വാൻമാർക്ക് അഭിപ്രായമുണ്ട്. ഭാഷാ ചരിത്രകർത്താവ് ഈ അഭിപ്രായം അറിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. പിന്നെ വരരുചി പറയെ ആ കന്യകയെ വിവാഹം ചെയ്തിരുന്നുവെങ്കിൽ വൈശ്യം കഴിക്കുവാൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട്? വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് വൈശ്യം പതിവുണ്ടോ? മുമ്പും വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ പരദേശ ബ്രാഹ്മർക്ക് രണ്ടാമതൊരു വിവാഹം കൂടി കഴിക്കുക വിഹിതമാണോ? അങ്ങനെ നടപ്പുണ്ടോ എന്നിങ്ങനെ ചില സംശയങ്ങളുമുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം നിശ്ചയവും അറിവുള്ള മഹാന്മാർ യുക്തിയുക്തവുമായി പ്രസ്താവിക്കുകയാൽ അതൊരു പരോപകാരമായി തീർന്നുവെന്നാണ് സ്പഷ്ടം. ഇതോടുകൂടി ഐതിഹ്യമാല 6-ാം അധ്യായം അവസാനിക്കുന്നു. ഇനി 7-ാം അധ്യായമാണ്. തലക്കളൂർത്തൂർ ഭട്ടതിരിയും പാഴൂർ പടിപ്പുരയും തുടരും.